ഒരുപാട് നടക്കുന്നുണ്ട്. 1990s മുതൽ ഇപ്പൊ ഏകദേശം ഇപ്പോൾ ഈ 30 വർഷത്തിനുള്ള ഒരുപാട് ജനറ്റിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. 1999 ശേഷം കാര്യമായിട്ട് ഇതിൽ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. 2000, 2001, 2003, 2006 അങ്ങനെ ആ പ്രോഗ്രസീവ്ലി ഒരുപാട് ജനറ്റിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജനറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ഓപ്പൻഹീമർ എന്ന ഒരു ജനറ്റിസിസ്റ്റ്, അമേരിക്കൻ ജനറ്റിസിസ്റ്റ് ആണ് എന്ന് തോന്നുന്നു. അദ്ദേഹം ഈ നമ്മുടെ ഈ പീപ്പിളിംഗ് ഓഫ് ദ വേൾഡ്, അതുപോലെ എല്ലാവരുടെയും അമ്മയും ആഡം ആൻഡ് ഈവിനെ സെർച്ച് ചെയ്യാൻ പോയിട്ട് അവർ ആഫ്രിക്കയിൽ ഈവിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളൊരു മൈറ്റോകോൺട്രിയൽ സ്റ്റഡി, മദർ സൈഡിൽ എക്സ് ക്രോമസോമിനെ വെച്ചുള്ള സ്റ്റഡി നടത്തിയതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പീപ്പിളിംഗ് ഓഫ് ദ വേൾഡിനെ ബന്ധപ്പെട്ട് അവർ 1,00,000 വർഷം മുമ്പേ എങ്ങാണ്ട് ആഫ്രിക്കയിൽ നിന്ന് ഈ ഹോമോസാപ്പിയൻസിന്റെ മൈഗ്രേഷൻ പാറ്റേൺ അവർ കണ്ടെത്തി. അത് ഏകദേശം 85,000 വർഷം മുമ്പ് മുതൽ ഈ ഇതിലെ പാറ്റേൺ കാണിച്ച പോലെ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് അവർ മെല്ലെ ആ ഒരു ഈ സ്ട്രെയിറ്റ് കടന്ന് മെല്ലെ സെൻട്രൽ ഏഷ്യ, പക്ഷെ അവർ ഒരിക്കലും മെയിൻലാൻഡിലേക്ക് പോകുന്നില്ല, അവരെ കോസ്റ്റൽ ലൈനിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ ഹോമോസേപ്പിയൻസ് പറഞ്ഞാൽ ഫിസിക്കലി ഇൻഫീരിയർ ആയിരുന്നു നിയാൻഡർതൽസിനായിട്ട്. നിയാൻഡർതൽസ് പറഞ്ഞാൽ കുറച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അവർ ഇവരെ അറ്റാക്ക് ചെയ്യും, കൊല്ലാനും സാധ്യത ഉള്ളതുകൊണ്ട് ഇവര് ഈ കോസ്റ്റൽ ലൈനിലൂടെ ഗ്രാജുവൽ മൈഗ്രേഷൻ, അത് അവർക്ക് അവരുടെ റിസോഴ്സസ് ഒരിക്കലും എടുത്തടിച്ച് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ചിലപ്പോൾ അവിടെ കുറച്ചു കാലം ഇരുന്ന് അവിടെ ഈ ഹണ്ടിങ് ചെയ്തും അവിടുത്തെ ഫുഡെല്ലാം കഴിച്ചെല്ലാം അവിടെ തങ്ങും. അത് കഴിഞ്ഞ് അവിടുത്തെ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മെല്ലെ ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്ത് പോയിരിക്കും. അങ്ങനെ ഗ്രാജുവലി ഇത് ട്രാവൽ ആൻഡ് ഒരു 85,000 വർഷം മുമ്പ് ഇന്ത്യയുടെ ഈ കോസ്റ്റൽ ഏരിയയിലെല്ലാം ഇവർ വന്നെത്തി എന്നുള്ളൊരു തെളിവുകളുണ്ട്. ഈവൻ നോക്കൂ, ഹോമിനിഡ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിന് അതിന് മുൻപുള്ള തെളിവുകളും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ടൂള്, സ്റ്റോൺ ടൂളിന്റെ ഡേറ്റിംഗ് ചെയ്തിട്ട് അത് ഏകദേശം 1 മില്യൺ ഇയേഴ്സ് ബാക്ക് ഉണ്ടായിരുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇതിൽ പരാമർശിച്ചിട്ടില്ല. അതുപോലെ there are many stone tools that were available which were dating back to 3.5 kilo years ago. അതായത് 3.5 ലക്ഷം വർഷം, 2 ലക്ഷം വർഷം. നർമ്മദ മാൻ എന്ന് പറഞ്ഞ ഒരു സ്കെലറ്റൽ റിമെയിൻ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മുൻപ് കിട്ടിയിരുന്ന സ്കെലറ്റൽ റിമെയിൻസ് അനലൈസ് ചെയ്താൽ, അതായത് 3 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം വർഷം മുമ്പുള്ള ഈ പറഞ്ഞ സ്കെലറ്റൽ റിമെയിൻ നമ്മൾ അനലൈസ് ചെയ്താൽ അതിന്റെ ക്രേനിയൽ സൈസ് കുറവായിരിക്കും. കാരണം അത് ഹോമോറെക്ടസ് ആവാനേ സാധ്യതയുള്ളൂ. ഹോമോറെക്ടസിന് ശേഷം ഏകദേശം 5 ലക്ഷം വർഷത്തിന് ശേഷമാണ് ഈ ഹോമോസാപ്പിയൻസ് ഫോം ചെയ്ത് എന്നാണ് സയൻസ് പറയുന്നത്. എബ്രപ്റ്റ്ലി അത് നിന്നു, പിന്നെ ഹോമോസാപ്പിയൻസ് വന്നു. ഈ ഹോമോസാപ്പിയൻസിന്റെ ക്രേനിയൽ സൈസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് കമ്മിങ് അപ് ടു 1300 to 1400 cc വരെ അതിന് സൈസ് ഉണ്ട് അത്രേ. അപ്പൊ അത്ര സൈസുള്ള ക്രേനിയൽ സൈസുള്ള ഒരു ഹ്യൂമൻ ഫോസിലിനെ നമ്മൾ നർമ്മദ വാലിയിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഡേറ്റിംഗ് ബാക്ക് ടു സംവെയർ 2 lakh years ബിഫോർ. അപ്പോൾ അത് വേറൊരു കേസ്, ദാറ്റ് ഇസ് എ സെപ്പറേറ്റ് കേസ്. പക്ഷേ ഇത് പീപ്പിളിംഗ് ഓഫ് ഏഷ്യയുടെ അതുപോലെ യൂറോപ്പ് ആൻഡ് ഓൾ ഓവർ ദ വേൾഡ് അതിന്റെ കഥയാണ് പറയുന്നത്. ദിസ് വാസ് ഡൺ ബൈ സ്റ്റീഫൻ ഓപ്പൻഹീമർ. ഇവർ ഇതേപോലെ ഈ പാറ്റേൺ കാണിച്ച റെഡ് പാറ്റേൺ കാണിച്ചില്ല, ഇതുപോലെ എല്ലായിടത്തും അവർ സ്ലോലി മൂവ് ചെയ്ത് എത്തുകയാണ്. അപ്പൊ 75,000 വർഷം മുമ്പ് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ഓൾ ഓഫ് എ സഡൻ എന്തുണ്ടാവുന്ന വെച്ചാൽ സുമാത്രയിലുള്ള മൗണ്ട് ടോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്നിപർവ്വതം ഉണ്ട്, അത് എക്സ്പ്ലോഡ് ചെയ്തു. എന്നിട്ട് ഫുൾ ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എല്ലാ പോർഷൻസും 5 മുതൽ 6 മീറ്ററോളം വോൾക്കാനിക് ആഷാൽ മൂടപ്പെട്ടു, ഫുള്ളായി കവർ ചെയ്ത് പോയി. അതിൽ ആരും സർവൈവേഴ്സ് ഉണ്ടായിരുന്നില്ല. ഓൺലി പാകിസ്ഥാന്റെ ഈ നോർത്ത് വെസ്റ്റേൺ ബെൽറ്റിലുള്ള കുറച്ച് അപ്പുറത്തുള്ള കുറച്ച് പോർഷനിലുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന പോപ്പുലേഷൻ മുഴുവൻ നശിക്കുകയും കേവലം 10,000-ഓളം പേര് അവശേഷിക്കുകയും ചെയ്തൊരു സെനാരിയോ ആണിത്. ഇന്ന് ലോകത്തുള്ള അതായത് നോൺ ആഫ്രിക്കൻ പീപ്പിൾസ് എല്ലാം ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ മൗണ്ട് ടോബ ഇൻസിഡന്റിന് ശേഷം ഈ വരുന്ന 10,000-ഓളം പേര് അവര് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോയി, പിന്നെ സൈബീരിയ കടന്ന്, റഷ്യയിൽ കടന്ന്, അങ്ങനെ യൂറോപ്പിലേക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ്, ഈ മൗണ്ട് ടോബ ഇൻസിഡന്റിന്റെ 75,000 ഇയേഴ്സ് എഗോ ആണ് ഈ മൗണ്ട് ടോബ ഇൻസിഡന്റ് ഉണ്ടായത്. ഇതാണ് അതിന്റെ സ്പാൻ കാണിക്കുന്നത്. ഈ ജ്വാലാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആന്ധ്രാപ്രദേശില്. അവിടെ പ്രീ മൗണ്ട് ടോബ ഈ സെറ്റിൽമെന്റ്സും അവിടുന്ന് ടൂൾസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് രവി കോറിസെറ്റർ എന്നൊരാളാണ് ഇത് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റിൽ ഒരു ആള് ഇന്നും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഐ തിങ്ക് ഇൻ ധാർവാഡ് യൂണിവേഴ്സിറ്റി. ഇത് മൗണ്ട് ടോബ ആഷിന്റെ ലേയേഴ്സ് ആണ് ഈ കാണുന്നത്. അതിന്റെ താഴത്ത് നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഉണ്ട്.
അതായത് ഹോമോസാപ്പിയൻസ് യൂസ് ചെയ്യുന്ന ടൂൾസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴ്സർ ഇത് ടോബ ആഷ് ആണ്. ദിസ് ഇസ് പ്രീ മൗണ്ട് ടോബ താഴെയുള്ളത്. അത് ഇതില് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. അവര് മൗണ്ട് ടോബ ഇൻസിഡന്റ് ഈസ് റെക്കോർഡഡ്, ഹിസ്റ്റോറിക്കലി അല്ല, ആ വോൾക്കാനിക് അനാലിസിസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് പ്രീ മൗണ്ട് ടോബ പറഞ്ഞാൽ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ബിഫോർ 75,000 years. ഇനി ഇന്ത്യയിലുള്ള പല സൈറ്റുകൾ, ഇത് ഞാൻ സൈറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ there were hominids in India. ഈ ഹോമോസാപ്പിയൻസ് ഇന്ത്യൻ മെയിൻലാൻഡിലും പാകിസ്ഥാനായാലും ആ നമ്മുടെ ഈ ഏരിയയിലെല്ലാം പണ്ടേ ഉണ്ടായിരുന്ന ഓക്യുപ്പേഷൻ. പിന്നെ ഇനിയുള്ള തെളിവുകൾ പറഞ്ഞാൽ നമുക്ക് മധ്യപ്രദേശിലെ ഭീംബേട്ക കേവ്സിൽ 55,000 വർഷം മുമ്പുണ്ടായിരുന്ന ഹോമിനിഡ്സ് ജീവിച്ചിരുന്നു. അവര് ഈ റോക്ക് പെയിന്റിങ്സും റോക്ക് ആർട്സ് ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ്. ഇനി വേറെ ഒരുപാട് സൈറ്റുകളാണ്, ആർക്കിയോളജിക്കൽ സൈറ്റ്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കിയോളജി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആർക്കിയോളജിയുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദീസ് ആർ ഓൾ സൈറ്റ്സ്. ഈ പാനിപ്പട്ട് സോൺപേട്ടിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ 38,000 വർഷം മുമ്പ് മുതൽ ഭീംബേട്ക കേവിന്റെ കാലം മുതൽ പിന്നെ അങ്ങനെ ഡേറ്റ് ചെയ്ത് വരിക 15,000 years ago, 10,000 years ago എന്ന് പറഞ്ഞ ബിറാന എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് ഹരിയാനയിൽ. അത് ഇറ്റ് ഈസ് ഡേറ്റിംഗ് ബാക്ക് ടു 10,000 BC. അപ്പൊ അതുപോലെ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. നമ്മുടെ എടക്കൽ കേവ്സ് ഈ കണ്ണൂരുള്ളത് ഏകദേശം 7,000 BC-യിലുള്ളതാണ്. അവിടെ ഈ ഇൻഡസ് വാലിയിലുള്ള പല മോട്ടീവ്സും റോക്ക് ആർട്ടായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സൈറ്റുകളാണ് ആ കാലത്ത്. ഭീംബേട്ക 35,000 years ago. ഭീംബേട്ക ശരിക്കും ഫസ്റ്റ് ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 55,000 വരെ ബാക്കിലേക്ക് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് ഈ റോക്ക് ആർട്സിന്റെ എല്ലാം ഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 35,000 വി ക്യാൻ എൻഷുർ. പിന്നെ എടക്കൽ കേവ്സ് ഉണ്ട്, കേത്താവരം 9 kilometers ago, അതായത് 7,000 BC കേത്താവരം. പിന്നെ ഞാൻ ജുസിയെ പറ്റി കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, റൈസ് സാമ്പിൾസ് കിട്ടിയ സൈറ്റ് ജുസി ഉണ്ട്, ലഹോർ ദേവ. അതുപോലെ മെഹർഗറും 7,000 BC ആണ്. നമ്മുടെ ഈ പാകിസ്ഥാൻ, നോർത്തേൺ പാകിസ്ഥാനിലുള്ള ഒരു ടെറിട്ടറിയാണ്. പിന്നെ ബിരാന റാക്കിഗാറി ഹരിയാനയില്. റാക്കിഗാറിയെ പറ്റിയിട്ട് ജനറ്റിക്കൽ സ്റ്റഡീസിലും ഒരു ഇത് വരുന്നുണ്ട്. ഒരു റാക്കിഗാറി ബോണ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള സാമ്പിൾ അനലൈസ് ചെയ്ത് ഡേറ്റ് അവര് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി. പിന്നെ രാമചന്ദ്രപുരം തെലങ്കാന 12 kilometers ago. ഇനി ഇതിപ്പോ ലേറ്റസ്റ്റ് ഹൈപ്പോത്തസിസ് ആണ്, നിലവിലുള്ള ഹൈപ്പോത്തസിസ്. ഇത് ഒരു ഹാർവാർഡ് ജനറ്റിസിസ്റ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ആണ്. അദ്ദേഹം ഒരു ഇമാജിനറി ഗ്രൂപ്പ് ഓഫ് 2 ജനറ്റിക്കൽ ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കി ഇന്ത്യയില്, ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ, ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ. ഈ ഇന്ന് നിലവിലുള്ള ഇന്ത്യക്കാരെല്ലാം ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻസിന്റെ ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻസിന്റെ ഇന്റർമിക്സ് ആണ്, അല്ലെങ്കിൽ അഡ്മിക്സ്ചർ ആണ് ഇന്നുള്ളവരെല്ലാം എന്നവർ പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞിട്ട് എന്നിട്ട് ഈ ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ ആളെ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ സ്റ്റെപ്പി പീപ്പിളിനായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തു. ഈ ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പില് ഏറ്റവും ഈ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ ആൻഡമാനീസ് എന്ന് പറഞ്ഞാൽ അവരെ ഈ ബാച്ചിൽ ഇട്ട് കളഞ്ഞു. ഈ ആൻഡമാനീസ് അല്ലെങ്കിൽ ആൻഡമാനിലുള്ള ഈ ഗ്രൂപ്പ്, ആ ജനറ്റിക്കൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ദേ ഹാവ് ലോസ്റ്റ് ദ കണക്ഷൻ വിത്ത് ദ മെയിൻലാൻഡ് ഇന്ത്യ 40,000 years ago. 40,000 വർഷം മുമ്പ് പീപ്പിളിംഗ് ഓഫ് ദ വേൾഡ് ഇല്ലേ, ആ സമയത്ത് ഈ മൗണ്ട് ടോബ കഴിഞ്ഞ് ഇവര് മൂവ്മെന്റ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ ഒരു ഗ്രൂപ്പിനെ ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ചെയ്തൊരു സാമ്പിളിംഗ് പരിപാടി ചെയ്തിട്ടുള്ള സംഭവമാണ് ഇന്ന് അവർ കാണിച്ച് ജനറ്റിക്കൽ പ്രൂഫ് പറയുന്നത്. ഇത് ഞാൻ തുടക്കത്തിൽ പറയുന്നതായിരുന്നു, അവസാനം പറയേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിവേസ്, ലെറ്റ്സ് പ്രൊസീഡ്. ഇനിയിപ്പോൾ ഈ പീപ്പിളിംഗ് മൈറ്റോകോൺഡ്രിയൽ DNA വെച്ചിട്ട് നമ്മൾ യൂറോപ്യൻസിനായിട്ടുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ അത് 38,000 മുതൽ 40,000 വർഷം മുമ്പ് ആണ് ഉണ്ടായതെന്ന് സ്റ്റീഫൻ ഓപ്പൺഹൈമറും സംശയമില്ലാതെ പറഞ്ഞു. അതായത് മൈറ്റോകോൺഡ്രിയൽ DNA വെച്ചുള്ള അനാലിസിസിൽ ഈസ്റ്റേൺ യൂറേഷ്യൻ അല്ലെങ്കിൽ വെസ്റ്റ് യൂറോപ്പിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു ജനിതക ബന്ധം ഉണ്ടാവണമെങ്കിൽ അത് 40,000 വർഷം മുമ്പാണ് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി R1A1 ആണ് ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന സംസാരം. അതെന്താണെന്ന് വെച്ചാൽ Y ക്രോമസോം അനാലിസിസ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഒരു പെയർ ഓഫ് സെക്സ് ക്രോമസോമും 22 പെയർ ഓഫ് ഈ ഓട്ടോസോംസും ആണ്. ഇപ്പൊ സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ XX എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ക്രോമസോം അമ്മയിൽ നിന്നും ഒരു എക്സ് ക്രോമസോം അച്ഛനിൽ നിന്നും കിട്ടിയ ഒരു പെൺകുട്ടിയാണ് ഉണ്ടാവുക. XY ക്രോമസോം വരുമ്പോൾ എക്സ് ക്രോമസോം സ്ട്രിക്ട്ലി ഫ്രം മദർ, Y ക്രോമസോം സ്ട്രിക്ട്ലി ഫ്രം ഫാദർ. ഇതാണ് പുരുഷൻ. ഇപ്പോൾ എക്സ് ക്രോമസോം അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ബേസിസിലുള്ള സ്റ്റഡീസ് പറയുന്നത് 38,000 മുതൽ 40,000 വർഷം മുൻപുള്ള ഒരു ബന്ധം. Y ക്രോമസോം വെച്ചുള്ള സ്റ്റഡി നോക്കുമ്പോൾ ഈ R1A1 എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ DNA ഇത് ഒരു
മ്യൂട്ടേറ്റഡ് സബ് ഗ്രൂപ്പാണ്. ആ R1A എന്ന DNA 25,000 വർഷം മുമ്പാണ് മ്യൂട്ടേറ്റ് ചെയ്ത് ഫോം ചെയ്തത് എന്ന് പഠിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 2-3 വിധത്തിലുള്ള കൺഫ്യൂട്ടേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സ്റ്റഡീസ് നടന്നുണ്ട്. തോമസ് കിവിസ്ലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറ്റിസിസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ സൗത്ത് ഏഷ്യയിലാണ് R1A ഒറിജിൻ. കാരണം ഈ R1A എന്നുള്ള DNA വൈക്രോമസോമിന്റെ ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ വളരെ കൂടുതലാണ്, പ്രസൻസും വളരെ ഹൈ ആണ്. അപ്പോൾ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പഞ്ചാബ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ് ഇത് ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിൽ കണ്ടെത്തി. സെൻഗുപ്ത എന്ന് പറഞ്ഞൊരു ഈ ജനറ്റിസിസ്റ്റും അങ്ങനെ കണ്ടെത്തി. തോമസ് കിവിസിഡ് എന്ന് പറഞ്ഞ ആള് അയാള് ഒരു മോഡൽ ഉണ്ടാക്കി കണ്ടെത്തിയത് എന്താ വെച്ചാൽ ഇറാനിലാണ് ഇതിന്റെ ഒറിജിൻ കണ്ടെത്തി. ഈ ഏരിയയിൽ നടന്ന ഒരുപാട് സ്റ്റഡീസിൽ അതിന്റെ ഒരു കൺസെൻസസിൽ ഇവർ വന്നിട്ടില്ല. പക്ഷെ അവർ ആ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം പോയിന്റേഴ്സ് ആർ ടുവേർഡ്സ് ദ ഒറിജിൻ ഇൻ നോർത്തേൺ ഇന്ത്യ. എന്നാലും നമ്മുടെ ആര്യൻ ഇൻവേഷൻ തിയറിസ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അവരെപ്പോഴും മറ്റേ സൈഡിലേക്ക് പോകും. അതായത് ഇറാനിൽ ഉണ്ടായതാണെന്നുള്ള ഒരു മുൻവിധിയോടെയാണ് വരുന്നത്. കാരണം ബിക്കോസ് ഓൺലി അത് ലിംഗ്വിസ്റ്റിക് ഹൈപ്പോത്തിസിസ് അതിനെ മാത്രമേ ജസ്റ്റിഫൈ ചെയ്യുന്നുള്ളൂ എന്നൊരു വാദം. അതായത് സൈക്ലിക് ഈ സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു വാദമാണ് അവരുടെ. ഇനി ഇപ്പൊ ഈ 2 സാധനം വെച്ചാലും ഇപ്പൊ ഈ വൈക്രോമസോം DNA പറ്റി പറയുകയാണെങ്കിൽ ഇത് സ്റ്റഡി ചെയ്തു. അപ്പൊ അണ്ടർഹിൽ തന്നെ പഠിച്ചിട്ട് ഒരു കാര്യം കണ്ടെത്തിയത് എന്താ വെച്ചാൽ ഈ വൈക്രോമസോം എന്ന് പറഞ്ഞാൽ ഈ Z90 ഈ R1A1 എന്ന് പറഞ്ഞ R1A എന്ന് പറഞ്ഞ ആ DNA-യുടെ ഒരു മ്യൂട്ടേറ്റഡ് വേർഷൻ ആയിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും കാണുന്ന ഒരു ഹാപ്ലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ Z9293 ആണ്. സോറി Z93 ആണ്. യൂറോപ്യൻ പോപ്പുലേഷനിലുള്ള Z282 ആണ്. ഈ രണ്ടും പരസ്പരം വേർപിരിഞ്ഞ കാലഘട്ടം എന്താണെന്ന് ഇവർ ബാക്ക് കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ 5800 വർഷത്തിന് മുൻപാണ് ഇത് ഉണ്ടായത് എന്ന് ഈ പീറ്റർ അണ്ടർഹിൽ കണ്ടെത്തി. ഇതേ വിഷയത്തെ പറ്റിയുള്ള മറ്റൊരു ഫ്രഞ്ച് ജനറ്റിസിസ്റ്റിന്റെ സ്റ്റഡിയാണ് ഈ മോസ്റ്റ് കോമൺ, അതായത് നിയറസ്റ്റ് കോമൺ ആൻസസ്റ്റർ എത്ര ദൂരെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു സ്റ്റഡീന്റെ പേപ്പറാണ് ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടത്. ഒരു ജർമ്മൻ ഇയാൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അത് പറയുന്നത് 15,000 വർഷം മുമ്പേ എന്ന്. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ സാമ്പിളിംഗ് സൈസ് എങ്ങനെയാണ് ഈ ഇന്ത്യൻ പോപ്പുലേഷനെ ഒരു ഹോമോജീനസ് പോപ്പുലേഷൻ ആയിട്ട് ആർക്കും കാണാൻ സാധിക്കില്ല. കാരണം അത് അത്ര ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഏത് ഗ്രൂപ്പിൽപ്പെട്ട എത്ര സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്തു, അതുപോലെ എത്ര വലിയ സാമ്പിളുകൾ, എത്ര വലിയ പോപ്പുലേഷൻ ഗ്രൂപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആണോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാമ്പിളിംഗ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്സ് അതിൽ നിന്ന് നമ്മൾ ഓരോ എസംപ്ഷൻസ് എടുക്കും. നമുക്ക് അൺനോൺസ് ഒരുപാട് ഉണ്ടാവും. അതിന്റെയൊക്കെ ബേസിസിൽ വരുന്ന കൺക്ലൂഷൻസ് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. ഇതിൽ കുറച്ചെങ്കിലും എക്സ് ക്രോമസോം അല്ലെങ്കിൽ വൈ ക്രോമസോം, മൈറ്റോകോൺഡ്രിയ അല്ലെങ്കിൽ വൈ ക്രോമസോം ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ഒരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരും. എന്നാലും ഈ അസംപ്ഷൻസ് ഒരാൾ 6000 വർഷം എന്ന് പറയുമ്പോൾ ഒരാൾ 15,000 വർഷം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് വന്നു ചേരും. അപ്പൊ ഇത് ഒരിക്കലും ഒരു പ്രൈമറി ഒരു തെളിവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലിംഗ്വിസ്റ്റിക് എവിഡൻസ് എന്ന് പറഞ്ഞല്ലോ, ലിംഗ്വിസ്റ്റിക് എവിഡൻസിൽ ഇവരെന്ത് പറയുന്നു, സംസ്കൃതമാണ് ഓൾഡസ്റ്റ് ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അവരെന്ത് പറയുന്നു, സംസ്കൃതത്തിന് മുമ്പ് വേറെ ലാംഗ്വേജ് ഉണ്ട്, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ. ഇതില് മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ള വേർഡ്സും ഉണ്ട്. അപ്പൊ അവരൊരു കുറച്ച് വേർഡ്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് 72 വേർഡ്സ് ഉള്ള ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അതിന് മറ്റുള്ള ഭാഷകളുമായിട്ടുള്ള ബന്ധം അവർ സ്ഥാപിക്കാൻ നോക്കി. 70 വാക്കുകൾ എടുത്തുള്ള സംസ്കൃതത്തിൽ നിന്നാണ്. എന്നാലും സംസ്കൃതത്തിനേക്കാളും മുൻപുള്ള ലാംഗ്വേജ് ഉണ്ട്. അത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നു, അത് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് ഈ ആനിമേഷൻ തിയറിസ്റ്റ് ഈ ജനറ്റിക്കൽ സ്റ്റഡീസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിനെ റെഫർ ചെയ്യുകയും ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിനെ റെഫർ ചെയ്യാൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ജനറ്റിക്കൽ സ്റ്റഡീസിനെ റെഫർ ചെയ്യുന്ന ഒരു എന്താ ഈ സൈക്ലിക് ഇതുണ്ടല്ലോ. അത് രണ്ടും ഹൈപ്പോത്തീസിസ് ആണെങ്കിലും അത് ആ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് പറയുന്നത് ഇത് ശരിയാണെന്ന്. എന്നിട്ട് മറ്റേ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിനെ പോയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എക്സ്പാൻഷൻ പറയുന്നത് ഈ മോഡലാണ് ശരി എന്ന് പറയും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയാത്ത 2 കാര്യങ്ങൾ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കണം. പിന്നെ ഈ ഓട്ടോസോമൽ സ്റ്റഡീസിന്റെ കേസ് പറഞ്ഞത് ഇവരെങ്ങനെയാ വെച്ചാൽ ഇതില് ഒരു മാത്തമാറ്റിക്കൽ ഇതാണ്, ഫിഗറാണ് നമുക്ക് കിട്ടുക, എത്ര പെർസെന്റേജ് ആരിലുണ്ട്, ഇതിനെ എത്ര ജനറേഷൻ മുമ്പ് ഉണ്ടായിരുന്നതായിരിക്കാം എന്നുള്ള ഒരു സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോൾ ഒരു 150 ജനറേഷൻ മുമ്പ് എന്നൊരു കൂട്ടർ കണ്ടെത്തുന്നു, 100 ജനറേഷൻ മുമ്പ് ഒരു കൂട്ടർ കണ്ടെത്തുന്നു ഈ ഓട്ടോസോമൽ സിമിലാരിറ്റീസ്. അതായത് ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ എന്നൊരു ഇമാജിനറി ഗ്രൂപ്പ്, ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ എന്നൊരു ഇമാജിനറി ഗ്രൂപ്പ്. ഇവരുടെ 4000 വർഷം മുമ്പ് മുതൽ 1900 വർഷം മുൻപ് വരെ ഇവർ ഭയങ്കരമായിട്ട്
പരസ്പരം ബന്ധപ്പെട്ടുണ്ടാക്കി കൂട്ടരാണ് ഇന്നത്തെ ഇന്ത്യക്കാർ എന്നൊരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തിക്കുകയാണ്. അത് ഓട്ടോസോമൽ ഈ ഡേവിഡ് റീച്ച് എന്ന് പേരുള്ള ഒരു ഹാർവാർഡ് പ്രൊഫസറാണ് ഇത് ചെയ്യുന്നത്, ജെനറ്റിസിസ്റ്റ്. ഇദ്ദേഹത്തിനോട് മറ്റൊരു ഈ റിസർച്ചർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ദേ വിൽ റൂൾ ഇറ്റ് ഔട്ട്. അവരത് കൺസിഡർ ചെയ്യില്ല. അവർക്ക് ഹാർവാർഡ് സ്റ്റഡീസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ജെനറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അത് നോൺ കൺക്ലൂസീവ് ആണ്. അതിൽ നിന്ന് നമുക്കൊരു ഫേം ഇത് കിട്ടില്ല, ഒരു ഫേം ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല ശരിക്ക്. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ ഒരു മിനിറ്റ്. പറയൂ. ഇതിന്റെ മുമ്പത്തെ സ്ലൈഡിലോട്ടൊന്ന് പോവോ? ഇതിന് മുമ്പോട്ട് ഇത് ഒരു മിനിറ്റ്. ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാണ് ഈ സ്ലൈഡിന്റെ. ഓക്കെ, ഇത് ഞാൻ റെഫർ ചെയ്യാതെ പോയത് എന്തുകൊണ്ടാ അറിയോ? ഇതിൽ തമിഴ്നാട്ടിലെ രാമസ്വാമി പിച്ചപ്പൻ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഒരുപാട് ഡിഫറെന്റ് ഈ ഗ്രൂപ്പ്സിലുള്ള ആളുകളുടെ ജെനറ്റിക്കൽ സ്റ്റഡി നടത്തിയിട്ട് 6000 വർഷത്തെ എൻഡോഗമി ആള് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്നറിയോ? അതെനിക്കറിയില്ല. ഈ ലിങ്ക് ഇതിലുണ്ട്. ആദ്യത്തെ ആണോ? അല്ലല്ല, ഫോർത്ത് ആണ്. സ്റ്റഡി ഓഫ് 1680 ഇൻഡിവിജ്വൽസ് ഫ്രം തമിഴ്നാട് ബൈ പ്രൊഫസർ രാമസ്വാമി പിച്ചപ്പൻ. ഓക്കെ, ഞാനത് നോക്കാം. അല്ല, ഇതില് ഞാനിപ്പോ കണ്ടതിൽ എനിക്ക് ഒരു 2-3 ഫാക്ടർ എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, ഈ കുറച്ചെങ്കിലും അനുകൂലമായിട്ടുള്ള ഡേറ്റ അതെല്ലാം വന്നിരിക്കുന്നത് ഈ ജേർണൽസ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ജേർണൽ എത്രത്തോളം നമുക്ക് സയന്റിഫിക്കലി അക്സെപ്റ്റബിൾ ആണ് എന്നുള്ള ഒരു ഇതാണ്. നമ്മുടെ ശ്രീറാംജി ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനെ കുറിച്ച് കുറച്ചും കൂടി പറയാൻ പറ്റുമായിരിക്കും അദ്ദേഹത്തിന്. അപ്പൊ ഈ സംഭവം നമുക്ക് അനുകൂലമായിട്ടുള്ളതെല്ലാം വന്നിരിക്കുന്നത് ഇമ്പാക്ട് ഫാക്ടർ ഒരു മോശമായിട്ടുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം സാർ അയച്ചെന്ന വേറൊന്നും ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കുറച്ചു മുമ്പ് ഈ ഗ്രൂപ്പിൽ അയച്ചത് ഒരു പേപ്പർ, ഹാപ്ലോടൈപ്പിന്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, R1A. ആ പേപ്പറിന്റെയും അത് ഇമ്പാക്ട് ഫാക്ടർ തീരെ ഇല്ലാത്തൊരു ജേർണലാണത്. പിന്നെ അതുപോലെ ഈ ജേർണൽ ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് കാണിച്ചത്, അതും ഇമ്പാക്ട് ഫാക്ടർ ഒരു ലോവർ ഇമ്പാക്ട് ഫാക്ടറിലുള്ള ജേർണലാണ്. അപ്പൊ ഈ ഹാർവാർഡ് പോലത്തെ യൂണിവേഴ്സിറ്റിക്കാരൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അവര് വളരെ നല്ല, അതായത് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ജേർണൽസിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഈ ജേർണലില് ഈ ബയോളജിക്കൽ ഡേറ്റയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ ഡേറ്റ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് അതായത് നമുക്ക് വേണം എന്നുള്ള റിസൾട്ട് നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും. അതെ, അതാണ് ബയോളജിയുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്, എസ്പെഷ്യലി ഇതുപോലത്തെ പോപ്പുലേഷൻ സ്റ്റഡീസിൽ വരുമ്പോൾ. മാഡം, ഇതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ഈ ലിംഗ്വിസ്റ്റിക് ഇതിന്റെ പിതാമഹൻ എന്ന് പറഞ്ഞ പ്രൊഫസർ മൈക്കൽ വിറ്റ്സലും ഹാർവാർഡിലെ വ്യക്തിയാണ്. ഡേവിഡ് റീച്ച് എന്ന് പറഞ്ഞ ഒരു ഇപ്പത്തെ ഭയങ്കര സൂപ്പർമാനെ പോലെ ജെനറ്റിക്കൽ സ്റ്റഡി കൊണ്ടുവന്ന് സഡൻ ആയിട്ട് ആരിനുവേഷൻ തിയറി പ്രൂവ് ചെയ്യാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഇതില് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് ശ്രീകാന്ത് അളകേരി എന്ന് പേരുള്ള ഒരു ഇന്ത്യൻ, അദ്ദേഹം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഋഗ്വേദം ആസ് എ ബൈ ബർത്ത് ഇൻ ആ ഗ്രൂപ്പ് അവർ പഠിക്കുന്നുണ്ട്. ബൈ വെർച്യൂ ഓഫ് ദ ബർത്തിന്റെ കമ്മ്യൂണിറ്റി അവർ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ശാസ്ത്രീയ അവലോകനം വരുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ് ഇവർ കണ്ടെത്തുന്ന കൺക്ലൂഷനും അർത്ഥങ്ങളും വെച്ച്. പിന്നെ ഇവരിത് ഡീറ്റെയിൽ ആയിട്ട് സയന്റിഫിക്കലി സ്റ്റഡി ചെയ്ത് ചലഞ്ച് ചെയ്യണം ആ വാദങ്ങളെ. അങ്ങനെ ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തളകേരി എന്ന് പറഞ്ഞ ശ്രീകാന്ത് തളകേരി മൈക്കൽ വിറ്റ്സലിന്റെ വാദങ്ങളെ എല്ലാം അയാളുടെ തന്നെ ഏർലിയർ റെഫറൻസ് വെച്ച് ചലഞ്ച് ചെയ്ത് ഉത്തരം മുട്ടിച്ചപ്പോ അയാള് ഓഫേർഡ് ബ്രൈബ് സോർട്ട് ഓഫ് തിങ്. എന്താ പറഞ്ഞത് അറിയോ? നിങ്ങൾ എന്റെ മുൻവിധികളില്ലാതെ വന്ന് ഇവിടെ റിസർച്ച് ചെയ്യാൻ വരാച്ച എന്റെ സാർ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഓർമ്മയുണ്ട് എനിക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഇതേ പോയിന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ അവരോട് നമ്മൾ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അവർ പറയുന്ന തിയറി മിണ്ടാതെ ആക്സെപ്റ്റ് ചെയ്തോളൂ. അപ്പൊ ഈ ബാക്കിയുള്ള ഈ ജെനറ്റിസിസ്റ്റ് എല്ലാം ചെയ്യുന്നതും സെയിം ടൈപ്പ് ഓഫ് വർക്ക് ആണെങ്കിലും ഹാർവാർഡ് എന്ന് പറഞ്ഞാൽ ആ പേര് ഇത് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് സൈക്കിൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മള് സൈക്കിൾ വാങ്ങുന്നതും BMW സൈക്കിൾ വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ 6000 രൂപയ്ക്ക് വാങ്ങാൻ, മറ്റേത് 1.25 ലക്ഷം കൊടുക്കും. അത് ബ്രാൻഡ് വാല്യൂ ആണ്. ആ ഹാർവാർഡിന്റെ ബ്രാൻഡ് വാല്യൂ ആണ് വിൽക്കുന്നത്. there is an academic imperialism still going on. ശരിയാ. അല്ല, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്
ഞാൻ ഉദ്ദേശിച്ചത് ഈ സാറ് പറഞ്ഞ കാര്യം ശരിയാണ്. നമുക്ക് ഇതിനിപ്പോ ചെയ്യാൻ പറ്റുന്നുള്ള ഒറ്റ ഒരു കാര്യം, നമുക്ക് ആരെങ്കിലും ഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വർക്ക് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഞാൻ ഈ പ്രസന്റ് ചെയ്തിട്ടുള്ള ഈ പോർഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ പീപ്പിളിംഗ് ഓഫ് ദ വേൾഡ് ജനറ്റിക് സ്റ്റഡി, ഇനി ഞാൻ കടക്കാൻ പോകുന്നത് ആർക്കിയോ ആസ്ട്രോണോമി എന്ന് പറഞ്ഞ ഫീൽഡ്. അത് വളരെ രസമുള്ള ഒരു ഫീൽഡാണ്. ഇതില് എന്റെ റെഫറൻസ് ഡോക്ടർ രാജ്വേദമാണ്. കാരണം അദ്ദേഹം ഇത് ജനറ്റിക്കൽ ഇത് ഞാനിപ്പോ പെട്ടെന്ന് ഇത്ര കൺക്ലൂഡ് ചെയ്യാൻ കാരണം വേറെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഒരു ഈ ഇത് വന്നിട്ടുണ്ട്, പ്രസന്റേഷനും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇപ്പോ ഈ ഓട്ടോസോമൽ സ്റ്റഡിയില് ഡേവിഡ് റിച്ച് അഡോപ്റ്റ് ചെയ്ത മെത്തഡോളജിയുടെ ഇത് എന്താ ഈ അർത്ഥശൂന്യതയെ പറ്റി ആള് വിശദമായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവർ ആ സാമ്പിൾ ചെയ്യുമ്പോഴും ഓരോ ആള് മറ്റൊരാളുടെ ജോബിനെ പറ്റി അറിയാത്തവരാണ്. അപ്പൊ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതവൾ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു. ഈ സംഭവമായിട്ടുള്ള കാര്യങ്ങൾ എസംഷൻസ് ആണ്. ഇതെല്ലാം എസംഷൻസിന്റെ മുകളിൽ ആ എസംഷൻസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കാണിച്ചു കൊടുക്കും. അതാണ് നമുക്ക് ബയോളജി ഡേറ്റയിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണെങ്കിലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിന്റെ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ആക്കാൻ പറ്റും ആ റിസൾട്ടിനെ. പിന്നെ ഇവര് പറയുന്നത് ഈ ജനറ്റിക് ഫ്ലോ, ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് നോക്കൂ, ഈ ഇറാനിലാണ് R1A ഒറിജിനേറ്റ് ചെയ്ത് എന്ന് എല്ലാവരും കൺസെൻസസിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ പിന്നെ വേറെ ഇതില്ല, എതിർപ്പില്ല. ഇറാനിൽ നിന്ന് വന്നു അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ അതേസമയം നേരെ ഓപ്പോസിറ്റ് ഒരു ഇത് നിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് പുറത്തു പോയി എന്നുള്ള വാദം അതേ ശക്തി തന്നെ ഉണ്ട്. പക്ഷെ പിന്നെ ഈ ഇമ്പാക്ട് സ്റ്റഡി ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം, ഏത് യൂണിവേഴ്സിറ്റിനെ കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നു അവരാണ് കൂടുതൽ ഓതന്റിക് എന്ന വിശ്വാസത്തിന്റെ മുകളിലാണ് വരുന്നത്. അതായത് ഈ സംഭവം എങ്ങനെയാന്ന് വെച്ചാല് ഇവര് ഓരോരുത്തരും ഇതുപോലെ അവരുടെ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി വെക്കും. അപ്പൊ അവർക്ക് ആ ജേർണലിൽ അവർക്ക് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാര് പോയി നേച്ചറിലോ സയൻസിലോ പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം ഒരു വൈറ്റ് ആരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ US ലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അവിടെ നിന്നാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ജേർണൽസിൽ. അതാണ് അതിന്റെ ഏറ്റവും അത്. സോ ഈ ഇമ്പാക്ട് ഫാക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു നല്ലൊരു ജേർണലിൽ നമുക്ക് അതായത് നമ്മുടെ ഇതിൽ തന്നെയുള്ള ആൾക്കാർ ആരെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ, ഫണ്ടിങ് കിട്ടി നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇതിലായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ആനന്ദ് രംഗനാഥൻ എന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ഒരു സയന്റിസ്റ്റ് ആണ് JNU-ല്. പക്ഷെ ഞാനിത് പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റഡിക്കും അവര് ഒന്നും മുതിരുന്നില്ല എന്നുള്ള കാര്യം. ഇല്ല, അവരുണ്ട്. അവർ ഈ ആർഇൻവേഷൻ തിയറിനെ ഡിബങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ടീമുണ്ട് ഇപ്പോ. ഈ ജയ്പൂർ ടോക്സിൽ സഞ്ജീവ് ദീക്ഷിത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യു പ്രൂവ് ആർഇൻവേഷൻ തിയറി, ഐ പേ യു 2 crores അങ്ങനെ പറഞ്ഞൊരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നോബഡി ടുക്ക് അപ്പ് ദ ചലഞ്ച്. ഈ ആർഇൻവേഷൻ തിയറി ഇന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളവും തമിഴ്നാടും ആയിരിക്കും. കേരളവും തമിഴ്നാട്ടിൽ അതൊരു വേ ഓഫ് ലൈഫ് ആണ്. എന്താ, അവർക്ക് രാഷ്ട്രീയം നടക്കില്ലെങ്കിൽ കീഴടിയിലും അതുപോലെ അരിക്കാമേട്ടിലുള്ള എക്സ്കവേഷൻസ് വരെ നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ പ്രഷറിൽ. കാരണം 300 BC മുന്നോട്ട് ഡേറ്റ് പോയി കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ആ പൊളിറ്റിക്കൽ ഇത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇവര് വേറെ കാര്യം, ഇപ്പൊ ചെയ്ത സാമ്പിളിങ്ങില് 40,000 വർഷം മുമ്പ് മെയിൻലാൻഡ് വിട്ടുപോയ ഒരു ഗ്രൂപ്പിനെ മനഃപൂർവ്വം ചേർത്തിരിക്കുകയാണ്. ആൻസസ്റ്റർ നോർത്ത് ഇന്ത്യനും ആൻസസ്റ്റർ സൗത്ത് ഇന്ത്യനും പരസ്പരം വ്യത്യസ്തമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചേർത്തിട്ട് ഒരു സാമ്പിളിംഗ് ചെയ്താണ് അവര്. നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും ആത്യന്തികമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ മനസ്സുകൊണ്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. ജനറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ വിൽ ബി മോർ ഓർ ലെസ് ലൈക്ക് ബ്രദേഴ്സ്, അല്ലെങ്കിൽ ആ നിലയിൽ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്നുള്ള നില തന്നെ വരും. പിന്നെ ഇല്ല, ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട്, ഓസ്ട്രോ ഏഷ്യാറ്റിക് അങ്ങനത്തെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ജനറ്റിക്കൽ സിമിലാരിറ്റി ഭയങ്കര ഹൈ ആണ്. നമുക്കിപ്പോ ഈ ഒരു കേസിൽ ആർക്കിയോളജി ആസ് വെൽ ആസ് ആർക്കിയോ ആസ്ട്രോണോമിനെയാണ്. ആർക്കിയോ ആസ്ട്രോണോമി എന്ന് പറഞ്ഞാൽ ഈ ഋഗ്വേദിക് അല്ലെങ്കിൽ നമ്മുടെ ഈ വേദിക് ടെക്സ്റ്റിലുള്ള ഓരോ ഈവന്റ്സിനെയും ഓരോ ആസ്ട്രോണോമിക്കൽ ഈവന്റ്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പറയുന്നത്. ഇനി അതിലേക്ക് കിടക്കാന്ന് വിചാരിക്കുന്നു. ജനറ്റിക്കൽ സ്റ്റഡീസിനെ പറ്റിയിട്ട് മാഡം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാനത് ഒന്നുകൂടെ വായിക്കട്ടെ. പ്ലീസ്. ഇത് ഞാൻ ഇനിയും എന്റെ ഇനിയും റെഫറൽ മെറ്റീരിയൽസ് ഉണ്ട്, ഞാൻ അയച്ചു തരാം മാഡത്തിന്.
അത് വായിച്ചിട്ട് മാഡത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റും? എനിക്കിതിൽ വലിയ ഐഡിയ ഇല്ല. ഞാനൊരു എഞ്ചിനീയർ ആണ്, ഇതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. വായിച്ച് മനസ്സിലാക്കുന്നതിന്റെ ബേസിസിൽ മാത്രം പറഞ്ഞു മാത്രം. അതും വെട്ടിത്തരം പറ്റാതെ പറയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി അടുത്ത ഇതെനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള ഒരു ഫീൽഡ് ആവുകൊണ്ട് ഇത് പറയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഭൂമി നമ്മുടെ എർത്തിന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് ഒരു റൊട്ടേഷൻ ഉണ്ട്. 24 hours 1 റൊട്ടേഷൻ കഴിക്കും. 365 days ഫുൾ റെവല്യൂഷനും കഴിക്കും സൂര്യന്റെ ചുറ്റും. അതിന് പുറമെ നമ്മുടെ ഈ ആക്സിസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് അറ്റ് ഈ സൂര്യന്റെ ആക്സിസുമായിട്ട് അതൊരു 23 degree ഇൻക്ലിനേഷനിലാണ് ഉള്ളത്. അപ്പൊ നമ്മളൊരു പമ്പരത്തിനെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ടോപ്പിനെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് സ്വയം റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, നിലത്ത് ചിലപ്പോൾ വട്ടം വരയ്ക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ അതിന്റെ ആക്സിസ് ശൂന്യതയിൽ ഒരു കോണ് സബ്റ്റൻഡ് ചെയ്യും. അതുപോലെ ഭൂമിയുടെ ആക്സിസ് ശൂന്യതയിൽ ഒരു കോണ് സബ്റ്റൻഡ് ചെയ്യുന്നുണ്ട്. അതായത് 46 അത് 23 degree ആണ് ഈ ആംഗിള്. അപ്പൊ സെന്റർ പിടിച്ചു കഴിഞ്ഞാൽ 2 പുറത്തേക്ക് 46 സ്റ്റെറിഡിയൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കോൺ അത് സബ്റ്റൻഡ് ചെയ്യുന്നുണ്ട് സ്പേസിൽ. ഈ കോണ് ഈ സൗത്ത് നമ്മുടെ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇത് അപ്ലിക്കബിൾ ആണ്. അതുപോലെ നമ്മളത് 3D എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ദ 6 ഡയറക്ഷൻസിൽ അത് ഇങ്ങനെ കോണ് സബ്റ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റൊട്ടേഷൻ, ഈ ഒരു ഫുൾ കോണ് സബ്റ്റൻഡ് ചെയ്യാൻ അത് 25,700 വർഷം എടുക്കും. ഇതിന് പ്രിസഷൻ എന്നാണ് പറയുക. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ആസ് പ്രിസഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലാവാതെ ഉണ്ടോ? ഇതില് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് സ്ലൈഡാ രാജേഷ്, എന്തെങ്കിലും മനസ്സിലാവേണ്ടതില്ലേ? ഇല്ല, ക്ലിയർ ആണ്, പോട്ടെ. അല്ല, ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് നേരം ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് ചാറ്റ് ബോക്സിൽ there is a feature called raise hand. Okay. So raise hand means when you have a doubt, you can raise your hand and you can stop the speaker. But as far as possible, let the flow continue and we can note down the questions and then ask in the end. Otherwise, disturbance ആയിരിക്കണ്ട. Okay. Okay, please carry on. അപ്പോൾ these are the 4 astronomical phenomena ആണ് നമ്മുടെ ഒരു കൊല്ലത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന 4 ആസ്ട്രോണോമിക്കൽ ഫിനോമിനാസ്. ഒന്ന് നമ്മുടെ ഇക്വിനോക്സസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇക്വേറ്ററും ഈ സണ്ണിന്റെ ഇതും കൂടി സെയിം ലൈനിൽ വരുന്ന, സണ്ണിന്റെ ഒരു ഇക്വേറ്റോറിയൽ ഇതും സെയിം ലൈനിൽ വരുന്ന പൊസിഷനാണ്. ആ ഇക്വിനോക്സസിന്റെ അന്ന് 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ ദിവസവും ഉണ്ടായിരിക്കും. അങ്ങനത്തെ 2 ദിവസങ്ങളുണ്ട് കൊല്ലത്തില്. അതുപോലെ പിന്നെ ഒരു വിന്റർ സോൾസ്റ്റിസും ഉണ്ട്, സമ്മർ സോൾസ്റ്റിസും ഉണ്ട്. അതായത് ഒരു നിയറസ്റ്റ് പോയിന്റ് ടു ദ സൺ, ഫാർത്തസ്റ്റ് പോയിന്റ് ടു ദ സൺ എന്ന് വിചാരിച്ചോളൂ. കാരണം ഈ സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയുന്നത് വരുന്നത് മിക്കവാറും നമ്മുടെ ഉത്തരായണ കാലത്തായിരിക്കും. ആൻഡ് വിന്റർ സോൾസ്റ്റിസ് വരുന്നത് ദക്ഷിണായന കാലത്താണ്. ഈ ദക്ഷിണായനം ഉത്തരായണം എന്ന് പറഞ്ഞാൽ 23 ഡിഗ്രി ആംഗിളിലാണ് നമ്മുടെ ഈ പോള്, നമ്മുടെ ആക്സിസ് ഓഫ് എർത്ത് സണ്ണിന്റെ ആക്സിസുമായിട്ട്. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വിനോക്സിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ സൺ വിൽ ഷിഫ്റ്റ് ഇറ്റ്സ് പൊസിഷൻ ഫ്രം ഒന്നെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പൊസിഷൻ മാറും. റിലേറ്റീവ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ എർത്തിന്റെ പൊസിഷനെ സണ്ണ് മൂവ് ചെയ്യുന്നില്ല, പക്ഷെ എർത്തിന്റെ ഈ ഇൻക്ലിനേഷന്റെ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്ന ഒരു പൊസിഷൻ ചേഞ്ച്. എന്നിട്ട് അത് മൂവ് ചെയ്തിട്ട് ആ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഓൾഡ് പൊസിഷനിൽ വരുന്നു, ഇക്വിനോക്സിൽ വന്നു, പിന്നെ തിരിച്ച് അത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ട്. This dark area is where sunlight is not there, and the light area is where I'll explain. ഇത് ഉത്തരായണമാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ബിക്കോസ് ഇതാണ് സെലസ്റ്റിയൽ ഇക്വേറ്റർ. ഇതാണ്, ദിസ് ഇസ് ദ ആക്സിസ്, ഇതാണ് ആക്സിസ്. ഇത് സെലസ്റ്റിയൽ ഇക്വേറ്റർ. സൺ ഈസ് അബോവ് ദ ഇക്വേറ്റർ. അപ്പൊ ഈ പോർഷൻസിലാണ് ലൈറ്റിംഗ് ഉണ്ടാവുക, ഈ ആംഗിളിലാണ് ലൈറ്റ് വരിക. അതുപോലെ ഇത് ദക്ഷിണായന കാലമാണ്. മോൾ ഭാഗത്ത് കാണുന്നത് ദക്ഷിണായന കാലമാണ്. ഇതിൽ ഈ സെലസ്റ്റിയൽ ആക്സിസിന്റെ താഴത്താണ് സൺ നിൽക്കുന്നത്. ഈ പൊസിഷൻ നോക്കൂ, ഈ സെലസ്റ്റിയൽ ഇക്വേറ്റർ, സെലസ്റ്റിയൽ ഇക്വേറ്റർ ഉണ്ട് ഇവിടെ. ഈ ഇക്വേറ്ററിലാണ് സണ്ണ് വരുന്നത്. ഈ സെലസ്റ്റിയൽ ഇക്വേറ്ററിൽ സണ്ണ് വരുമ്പോൾ, അതായത് ഈക്വലി ഈ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ഈക്വൽ ആയി നിൽക്കുന്ന ഒരു പൊസിഷനാണ്. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ.
അങ്ങനെ 2 പൊസിഷൻസും ഉണ്ട്. ഇനി ഇതൊക്കെ ഈ പൊസിഷൻസ് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇത് ഈ താഴെ ഞാൻ സണ്ണിന്റെ പൊസിഷൻസ് ഇതിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. എപ്പോക്സും പെരിയാപ്സിസും ഒക്കെ ഇതിലും ഇതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം അല്ലേ? ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സൺ ഈ സണ്ണിന്റെ റിലേറ്റീവ് പൊസിഷൻസ്, ഈ 4 പൊസിഷൻസും പിന്നെ നമ്മുടെ ഈ പോളിന്റെ റൊട്ടേഷനും ഇതെല്ലാം കൂടി നോക്കും. ഈ പോള് ഈ കോണ് സബ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ആക്സിസ് എല്ലാം ഈ പറഞ്ഞ ഈ സമ്മർ സോൾസ്റ്റിസിനൊക്കെ വിന്റർ സോൾസ്റ്റിസിനും കൂട്ടി കണക്ട് ചെയ്ത ഈ ലൈനും, ഇതേപോലെ ഇക്വിനോട്ടിക്കൽ ലൈനിന്റെ ഈ സോൾസ്റ്റിക്കൽ ലൈനും അതും ഇതേപോലെ ഒരു കോണ് സബ്റ്റെൻഡ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഈവൻസ് എല്ലാം നമ്മുടെ ഋഗ്വേദിക് ഋഷികളും റെക്കോർഡ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും ഒരു പ്രത്യേക യാഗമോ യജ്ഞമോ ചെയ്യുമ്പോൾ അവര് ഈ ഇങ്ങനത്തെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു നക്ഷത്രം എവിടെയാണെന്നുള്ളതെല്ലാം അവർ അനലൈസ് ചെയ്ത് അവർ ആ പൊസിഷനെ പറ്റി റെഫർ ചെയ്യാറുമുണ്ടായിരുന്നു. ഇനി ഇപ്പൊ പ്രസന്റ് ഇത് 2008 ഡേറ്റയാണ്. പക്ഷേ ഇപ്പൊ ഇതിലിട്ടിരിക്കുന്നത് 2008 ഡേറ്റയാണ്. പക്ഷെ ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ നമ്മുടെ ഇപ്പോഴത്തെ വെർണൽ ഇക്വിനോക്സ് പറഞ്ഞ മാർച്ച് 19 19-20 ഈ ഡേറ്റിലാണ് വരാറ്. അതുപോലെ സെപ്റ്റംബർ 22 തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഇക്വിനോക്സ്. ഡിസംബർ 21 എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾസ്റ്റിസ്, വിന്റർ സോൾസ്റ്റിസ്. ഇതൊരു കാലത്ത്, വളരെ മുമ്പൊരു കാലത്ത് മകരസംക്രാന്തിയുമായിട്ട് കോമൺ ആയിരുന്നു. അത് ഇന്ന് ഡിഫറൻസ് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇന്ന് എന്തുകൊണ്ട് ഇത് ഡിസംബർ 21 അത് ജാനുവരി 15 ഞാൻ കുറച്ച് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. സമ്മർ സോൾസ്റ്റിസ് ജൂൺ 20, 21 ജൂൺ 21 ഡിസംബർ, 21 മാർച്ച്, 23 സെപ്റ്റംബർ. ഇവിടെ ഇത് പറഞ്ഞു 2008. അത് കറക്റ്റ് ആണ്. ഈ അവേഴ്സിന്റെ ഡിഫറൻസ് ഒക്കെ ഇവരുണ്ടാവും. ഇനി ഇത് നമ്മളിപ്പോ കേരളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൊല്ലവർഷമാണ്. കൊല്ലവർഷത്തിൽ നമ്മൾ ഈ ഓരോ രാശിയിലൂടെ സൺ മൂവ്, അതായത് ഭൂമി സ്റ്റേഷനറിയിൽ നിന്ന് സൺ ഓരോ രാശിയിലൂടെ പോകുമ്പോൾ ഉള്ള ആ കാര്യത്തിനെ നമ്മൾ കൊല്ലവർഷം എന്ന് വിളിക്കുന്നു. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ 12 മാസങ്ങളാണ് കൊല്ലവർഷത്തിലുള്ളത്. ഇതേപോലെ ഇത് സൂര്യന്റെ ട്രാവേഴ്സ് അനുസരിച്ചിട്ടാണ്. എന്നാൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടറായ ശക കലണ്ടറിൽ ഈ ഉഗാദി വെച്ചിട്ടാണ്, ഉഗാദി മുതലാണ് അവർ കൊല്ലം തുടങ്ങുന്നത്. കേരളത്തിൽ വിഷു മുതൽ തുടങ്ങുന്നു കൊല്ലവർഷം. ഈ ഉഗാദിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഉഗാദി കഴിഞ്ഞാൽ ചൈത്രമാസം തുടങ്ങുകയാണ്. ഈ ചൈത്രമാസം എങ്ങനെ തുടങ്ങുന്നു? കാരണം ഈ ചൈത്രമാസം തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഈ ഉഗാദി കഴിഞ്ഞ് ആദ്യം ഈ സൺ നമ്മുടെ ഇതിലേക്ക് കടക്കുമ്പോൾ, അതായത് അടുത്ത രാശിയിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് മൂൺ പോയിട്ട് ഫുൾ മൂൺ ഏത് നക്ഷത്രത്തിൽ ഉദിക്കുന്നു ആ നക്ഷത്രത്തിന്റെ പേരാണ് ആ മാസത്തിന് കൊടുക്കുക ശക കലണ്ടറിൽ. അപ്പോ ഈ ഉഗാദിയുടെ സമയത്ത് ചൈത്രമാസത്തിലെ ഫുൾ മൂൺ വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ്. ചിത്ര നക്ഷത്രത്തിലാണ് ഈ ഉഗാദിയുടെ സമയത്ത് ഫുൾ മൂൺ വരിക. അപ്പൊ ചൈത്രമാസം എന്ന പേരതിന് കൊടുത്തു. ചൈത്രം കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ കൊല്ലവർഷത്തില് മേടമാസത്തിൽ 3 നക്ഷത്രങ്ങളുണ്ട്. 3 നക്ഷത്രങ്ങൾ പറഞ്ഞാൽ 3 ഞാറ്റുവേല എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. മേടത്തിൽ ആദ്യം 27 നക്ഷത്രങ്ങളെ പറ്റി എല്ലാവർക്കും അറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു. 12 രാശികളും. ഇപ്പൊ 27 നക്ഷത്രത്തിലെ ആദ്യ 3 നക്ഷത്രങ്ങളിൽ, അതായത് മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം കാൽഭാഗവും ഉൾക്കൊള്ളും. അത് 30 ദിവസത്തിനുള്ളിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. പിന്നെ ഇടവത്തിൽ കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകീരത്തിന്റെ അരഭാഗം. മകീരം എന്നുള്ളതിനെ മൃഗശിര എന്ന് പറയും കേട്ടോ മറ്റേ ഭാഷകളിൽ. അത് സംസ്കൃതത്തിലെല്ലാം മൃഗശിര എന്ന് പറയും, മൃഗശിരസ്. അതുപോലെ മേടം, ഇടവം, മിഥുനത്തിൽ മകീരത്തിന്റെ അര, രണ്ടാം ഭാഗത്തിലെ 2 പാദങ്ങൾ, അര. പിന്നെ തിരുവാതിര പൂർണ്ണമായിട്ടും, പുണർദത്തിന്റെ 1/4 ഭാഗം. അതിന് പുണർദത്തിന്റെ 1/4 ഭാഗം, പിന്നെ 2 നക്ഷത്രങ്ങൾ പൂയം, ആയില്യം, മേടം, കർക്കിടകത്തിൽ. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത്
27 ഡിവൈഡഡ് ബൈ 12 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2.25 നക്ഷത്രം ഓരോ രാശിയിലും ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ല, ഇത് ശകാ കലണ്ടറിന്റെ ഡെഫിനേഷൻ ആണ്. ഇപ്പോ നമ്മള് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മള് സൂര്യൻ ഇതില് എന്താ നമ്മുടെ അശ്വതിയില് എൻട്രി ചെയ്യാണ്. അപ്പോ ചന്ദ്രൻ പൂർണ്ണേന്ദ്രൻ എവിടെ ഉണ്ടാവും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഭൂമിയാണ് ഇടയില്, സൂര്യൻ ഒരു തലത്ത് ഒരു ഡയമെട്രിക്കലി ഒരു സൈഡില് സൂര്യൻ, ഭൂമി നടുവില്, ചന്ദ്രൻ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ മാത്രമേ പൂർണ്ണേന്ദ്രൻ പോസിബിൾ ആവുള്ളൂ. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ഭൂമിയെ നമ്മൾ ഈ റൈറ്റ് ആംഗിളിന്റെ പൊസിഷനിലും ഈ നമ്മുടെ ബേസിന്റെ ടോപ്പില് നമ്മൾ ചന്ദ്രനെയും ഹൈപ്പോട്ന്യൂസിന്റെ, അതായത് ഈ ടോപ്പിൽ ഹൈപ്പോട്ന്യൂസിന്റെ ഒരു സൈഡിൽ ചന്ദ്രനും മറ്റേ എൻഡിൽ സൂര്യനെയും വെക്കുകയെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ഒരു ഇത് വെക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ചന്ദ്രനെ കാണണമെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷനിലേ സാധിക്കുള്ളൂ. അപ്പൊ നോക്കാച്ചാൽ ഭൂമി നടുവിലും ഇത് രണ്ട് പുറത്തുമായിട്ട് നിൽക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് വന്ന് നിൽക്കണം. അപ്പൊ 27 നക്ഷത്രങ്ങളിൽ അശ്വതി മുതൽ 14ാമത്തെ നക്ഷത്രത്തിലായിരിക്കും ചന്ദ്രൻ ഉദിക്കുക. അശ്വതി മുതൽ 14ാമത്തെ നക്ഷത്രം പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര. ചൈത്രമാസം, ചിത്ര മാസത്തിലാണ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ ചൈത്രമാസത്തിൽ തുടക്കം. നമ്മുടെ കമ്പ്യൂട്ടേഷൻ വലിയ തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വന്നത് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇത് രണ്ടും കോമൺ ആയിരുന്നു ഒരു കാലത്ത്. സൂര്യമനുപാതിയും ചന്ദ്രമനുപാതിയും കോമൺ ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് മുന്നോട്ട്. അതിന് കാരണമുണ്ട്. അത് ഈ പ്രിസഷൻ ഓഫ് ഇക്വിനോക്സസ് ആണ് അതിന്റെ കാരണം. പ്രിസഷൻ ഓഫ് ഇക്വിനോക്സസ് അതിന് കാരണമാകാൻ കാരണം ഈ നമ്മുടെ ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ നേരത്തെ സ്ലൈഡിൽ കാണാം നമുക്ക്. ഇതിൽ ഞാൻ ഈ ധ്രുവ നക്ഷത്രം ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേഗ അഥവാ അഭിജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റ് സ്കൈയില് സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് ഇതാണ് അഭിജിത്ത് നക്ഷത്രം. 14,000 വർഷം, അതായത് ഇന്നേക്ക് 14,000 വർഷം മുമ്പ്, അതായത് 12,000 AD 12,000 BC അഭിജിത്ത് ആയിരുന്നു നമ്മുടെ ധ്രുവ നക്ഷത്രം. പോളാരിസ് അല്ല. ഇന്നത്തെ പോളാരിസ് എന്ന് പറയുന്ന നക്ഷത്രം കുറച്ച് താരതമ്യേന ബ്രൈറ്റ്നസ് കുറവുള്ളതാണ്. ഈ വേഗ പറഞ്ഞ സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആയിരുന്നു. ആ നക്ഷത്രം ഇന്ന് പോൾസ്റ്റാർ അല്ല. ഇനി അത് തിരിച്ച് പോൾസ്റ്റാർ ആവണമെങ്കിൽ ഇനി ഒരു 12,000 വർഷം കഴിഞ്ഞു. ഇപ്പൊ 2000 AD ആണ്, 14,000 AD ഇതാവുള്ളൂ. അതായത് 26 വർഷത്തിന്റെ ഒരു സൈക്കിൾ കഴിഞ്ഞ് തിരിച്ചു വരണം. ഈ അഭിജിത്ത് പോൾസ്റ്റാർ ആയിരുന്നു എന്ന് ഓർമ്മിക്കുന്ന എപ്പിക്സ് നമുക്കുണ്ട്. അഭിജിത്ത് സ്വന്തം ഗ്ലോറി എല്ലാം നഷ്ടപ്പെട്ട് താഴേക്ക് വീണു മഹാഭാരതത്തിന് വനപർവ്വത്തിൽ റെഫറൻസ് ഉണ്ട് എന്ന് ഈ രാജ്വേദം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ പ്രൈമറി സോഴ്സിൽ ഞാൻ വെരിഫൈ ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ 14,000 AD തിരിച്ചതാവും 12,000 BC. അതായത് നമുക്ക് ഇന്നുള്ളതിനേക്കാളും 14,000 വർഷം മുമ്പ് ഉള്ള മെമ്മറി നമ്മുടെ എപ്പിക്സ് ക്യാരി ചെയ്യുന്നുണ്ട്, ആസ്ട്രോണോമിക്കൽ മെമ്മറി. ഈ ഫിനോമിനത്തിന്റെ പേരെന്താ? പ്രിസഷൻ ഓഫ് ഇക്വിനോക്സസ് അല്ലെങ്കിൽ പ്രിസഷൻ ഓഫ് ദ പോൾ ആണത്. പിന്നെ 3000 BC, അതായത് 5000 വർഷം മുമ്പ് തുവൻ എന്ന നക്ഷത്രമായിരുന്നു നമ്മുടെ പോൾ സ്റ്റാർ. ഇതും നമ്മുടെ മെമ്മറിയിലുണ്ട്. ഇനി വേറൊരു കേസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ മഹാഭാരത മനോരമത്തില് വാനത്തെ ചൂടാക്കാൻ കാർത്തിക നക്ഷത്രം പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. വാനത്തെ ചൂടാക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സൂര്യൻ നിൽക്കുന്ന കാലഘട്ടമാണ് ഈ വാനത്തിനെ ചൂടാക്കാൻ നിൽക്കുക. അതായത് ഈ നമ്മുടെ ഈ സമ്മർ സോൾസ്റ്റീസ് ഈ ഇവന്റ് നടക്കുമ്പോൾ ഈ ഇതേ ലൈനിൽ കാർത്തിക നക്ഷത്രം നിൽക്കുന്നത്, ഇത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ മൂണും കൂടി വെച്ചിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. ഈ ലൈനിൽ മൂണും കാർത്തികയും കൂടി നമ്മൾ എപ്പോഴും ജാതകമൊക്കെ എഴുതുമ്പോൾ ഈ ചന്ദ്രോദയം ഏത് നക്ഷത്രത്തിലാണോ അതാണ് ജനിക്കുന്ന കുട്ടിയുടെ നക്ഷത്രമായിട്ട് കണക്കാക്കുക. അത് ഫുൾ മൂൺ ആയിക്കോട്ടെ ന്യൂ മൂൺ ആയിക്കോട്ടെ, എന്തായാലും ചന്ദ്രോദയം ഏത് നക്ഷത്രത്തിൽ സംഭവിക്കും ആ ദിവസം ആ നക്ഷത്രം എന്നാണ് കണക്കാക്കുക എന്ന് കണക്കാക്കാറുള്ളത്. അപ്പൊ ഈ ചന്ദ്രന്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാർത്തിക നക്ഷത്രം സൂര്യനെ, അതായത് ഈ വാനത്തെ ചൂടാക്കാൻ വേണ്ടി മുകളിൽ പോയി എന്ന് പറയാച്ചെങ്കിൽ ഇതേ ലൈനിൽ അത് വന്ന് നിൽക്കണു. അതായത് ഈ എന്താ നമ്മുടെ ഈ സോൾസ്റ്റിസ് പീരീഡിൽ വന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ ആ ഒരു ഈവന്റ് റെക്കോർഡ് ചെയ്തതിൽ 24,000 years മുമ്പാണ് അത്ര. അപ്പൊ അങ്ങനെയുള്ള മെമ്മറി വരെ നമ്മുടെ എപ്പിക്സ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇനി അത് വിട്ടിട്ട് നമുക്കിനി ഋഗ്വേദത്തിലെ റെഫറൻസിലേക്ക് മെല്ലെ വരാം.
പിന്നെ ഇത് ഇപ്പൊ ഞാൻ ഈ ഡേറ്റ് കമ്പ്യൂട്ടേഷൻ, ഈ മന്ത് കമ്പ്യൂട്ടേഷൻ പറഞ്ഞില്ലേ, ഈ പൂർണ്ണയന്ത്രൻ ഏതൊക്കെ മാസത്തിൽ ഉണ്ടാവുന്നോ ഏതോ നക്ഷത്രത്തിൽ ഉദിക്കുന്നോ ആ നക്ഷത്രത്തിന്റെ പേര് മാസത്തിന് കൊടുക്കും. അപ്പൊ അത് പ്രകാരം ഇതാ ചിത്രയിൽ തുടങ്ങി, ചൈത്രമാസം, അത് കഴിഞ്ഞാൽ വൈശാഖം, പിന്നെ ജ്യേഷ്ഠ, പിന്നെ ആഷാഢം, ശ്രാവണം. ഇതെങ്ങനെ അറിയോ? ചിത്ര പറഞ്ഞാൽ ചിത്ര നക്ഷത്രത്തിൽ ആകുമ്പോൾ ചൈത്രമാസം, ചിത്ര ചോതി വിശാഖ നക്ഷത്രത്തിൽ വൈശാഖ മാസം, ജ്യേഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കേട്ടയാണ്. തൃക്കേട്ട എന്നുള്ള നാളിനെയാണ് ജ്യേഷ്ഠ എന്ന് വിളിക്കുക സംസ്കൃതത്തിൽ. അത് കഴിഞ്ഞ് ആഷാഢം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം. അതായത് പൂർവ്വ ആഷാഢം എന്ന് പറഞ്ഞാൽ പൂരാടം, ഉത്തര ആഷാഢം എന്ന് പറഞ്ഞാൽ ഈ ഉത്രാടം. പിന്നെ ശ്രാവണം എന്ന് പറഞ്ഞാൽ തിരുവോണം. പിന്നെ തിരുവോണം, അവിട്ടം കഴിഞ്ഞ് അവിട്ടത്തിന് ധനിഷ്ഠ എന്നാണ് പറയുക. പക്ഷെ അവിട്ടത്തിന് ഒരു പേരിൽ ഇതില്ല, മാസമില്ല. പിന്നെ തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി. പൂരുരുട്ടാതി പറഞ്ഞാൽ പൂർവ്വ ഭദ്രപാദ, ഉത്തര ഭദ്രപാദ. അതായത് ഭദ്രപാദ മാസം. ഈ അതായത് പൂരുരുട്ടാതി നക്ഷത്രമോ ഉത്രട്ടാതി നക്ഷത്രമോ പൂർണ്ണേന്ദ്രം വരികയാണെങ്കിൽ ഭദ്രപാദ മാസമായിട്ട് അതിനെ കണക്കാക്കും. പിന്നെ വീണ്ടും ഇപ്പൊ നമ്മുടെ ഇതിലേക്ക് വന്നു. അതായത് അതായത് അശ്വതി നക്ഷത്രത്തിൽ പൂർണ്ണേന്ദ്രം വരിക എക്സാക്ട്ലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് നക്ഷത്രത്തിലായിരിക്കും. അതുപോലെ ചിത്ര നക്ഷത്രത്തിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. അപ്പൊ ഇത് ആശ്വിന മാസം, അതിൽ പൂർണ്ണേന്ദ്രം വരുമ്പോൾ ആശ്വിനം കഴിഞ്ഞ് കാർത്തിക, അശ്വതി ഭരണി കഴിഞ്ഞ് കാർത്തിക. ഭരണിയിൽ വരില്ല, കാരണം ഈ പൂർണ്ണേന്ദ്രം വരണമെങ്കിൽ 30 ദിവസത്തിന്റെ സൈക്കിളാണ്. അപ്പൊ ഒരിക്കലും തിരിച്ച് അടുത്ത നക്ഷത്രത്തിൽ വരില്ല. അപ്പൊ കാർത്തിക മാസം കൃത്തികയിൽ വരാച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ മാർഗശിരം, ഈ മാർഗഴി മാസം എന്ന് തമിഴ്നാട്ടിൽ പറയും. അതായത് കാർത്തിക, രോഹിണി, മകീര മാസമാണത്. മാർഗശീർഷം പറഞ്ഞ മകീര നക്ഷത്രത്തിൽ പൂർണ്ണേന്ദ്രൻ. പിന്നെ മകീരം, തിരുവാതിര, പുണർദം, പൂയം, പുഷ്യ നക്ഷത്രം എന്ന് ഇവർ പറഞ്ഞ് ഈ പൂയം നക്ഷത്രത്തിൽ പൂർണ്ണേന്ദ്രൻ വിരാച്ച പുഷ്യമാസം, പൗഷമാസം എന്നും പറയും. അത് കഴിഞ്ഞ് പൂയം, ആയില്യം കഴിഞ്ഞ് ആശ്ലേഷ കഴിഞ്ഞ മാഘമാസം. അത് കഴിഞ്ഞ് പിന്നെ ഫാൽഗുണി, മകം, പൂരമുത്രം പറഞ്ഞ പൂർവ്വ ഫാൽഗുണി, ഉത്തര ഫാൽഗുണി. ഇങ്ങനെയാണ് ശക കലണ്ടറിലെ മാസങ്ങൾ. ചൈത്രമാസം, വൈശാഖ. ഇത് ഈ നക്ഷത്രങ്ങളിൽ ഇത് ഉദയം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാസങ്ങൾ ഇത് വരുന്നു. ഇതിന്റെ ബേസിസിൽ നമുക്ക് ഈ പ്രിസഷൻ ഓഫ് ഇക്വിനോക്സസിന്റെ ഇതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താ നോക്കാം. അത് ഈ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവും പറഞ്ഞില്ല. ഈ പ്രിസഷൻ കാരണം ഈ നക്ഷത്രത്തിനെ നമ്മൾ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഓരോ 72 വർഷത്തിലും 1 ഡിഗ്രി പ്രീപോൺമെന്റ് ഉണ്ടാവും. ഈ മാസങ്ങൾ നമ്മൾ മുൻപോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. മാസങ്ങൾ പോയില്ലെങ്കിൽ മാസങ്ങൾ ഇപ്പൊ നമ്മൾ ഡേറ്റിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 365 ദിവസമുള്ള ഒരു ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഈ മാസങ്ങൾ നടക്കുന്ന ഈവൻസ്, അതായത് കാലാവസ്ഥയായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളായാലും മുന്നോട്ട്, കാരണം ഇത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് എർത്താണ് ചേഞ്ച് ചെയ്യുന്നത്. സണ്ണിന് മാറ്റമൊന്നും വരുന്നില്ല. ഈ ടിൽറ്റ് വരുന്നത് ആക്സിസിനാണ്. എർത്തിന്റെ ആക്സിസിന് ടിൽറ്റ് വരുമ്പോൾ എർത്തിന്റെ റിലേറ്റീവ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സണ്ണാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറുമ്പോൾ ആ കാലാവസ്ഥകൾ മാറും ക്രമേണ. കാരണം 72 വർഷത്തിൽ 1 ഡിഗ്രി മാറ്റം. അങ്ങനെ പോകുമ്പോൾ ഒരു 900 വർഷത്തോളം പിടിക്കുകയാണെങ്കിൽ ഒരു ഞാറ്റുവേല മാറും. 900 ഇയേഴ്സിൽ, 2100 ഇയേഴ്സിൽ ഒരു രാശി മുഴുവനായിട്ട് മുന്നോട്ട് മാറും. ഏതെങ്കിലും ഒരു ഈവന്റ്, അതിപ്പോ ക്ലൈമറ്റ് വരെ മുന്നോട്ട് മാറാൻ സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇത് രാമാവാസ് ബോൺ ഇൻ ചിത്രമാസം പറഞ്ഞു, ഫുൾ മൂൺ ഇൻ ചിത്ര നക്ഷത്രം. അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഫുൾ മൂൺ ചിത്ര നക്ഷത്രം ആകുമ്പോൾ ഇനി ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞു. വർഷ ഋതു ബിഗാൻ ഇൻ ആഷാഢ മാസം. ആഷാഢ മാസത്തിൽ വർഷ ഋതു ഉണ്ടായി എന്നാ പറയുന്നത്. ഇത് ഞാൻ പറയാം. ഇത് ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ ഈ വർഷം ഉണ്ടാവുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ വർഷം ഉണ്ടാവുക പറഞ്ഞാൽ ഈ എടവപ്പാതിയിലാണ് നമ്മുടെ മൺസൂൺ തുടങ്ങാറ്. എടവപ്പാതിയിൽ മൺസൂൺ തുടങ്ങുക പറഞ്ഞാൽ മേടം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 15-ാം തീയതിയാണ് നമ്മുടെ മേടം 1 വിഷു. എടവപ്പാതി എന്ന് പറഞ്ഞാൽ മെയ് 15, ജൂൺ 1-ാം തീയതി വെച്ച് തുടങ്ങണമെന്ന് വിചാരിച്ചോളൂ. ഈ ചിത്രമാസം തുടങ്ങുന്നത് മാർച്ച് 20-ഓടനുബന്ധിച്ചിട്ടാണ്. മാർച്ച് 19-20 ആയിട്ടാണ് ഉഗാദി ഉണ്ടാവുന്നത്. അപ്പൊ ചിത്രമാസം തുടങ്ങി. ഏപ്രിൽ 20-ഓടെ ചിത്ര അവസാനിച്ച് വൈശാഖ മാസമായി. ഏപ്രിൽ 20 മുതൽ മെയ് വരെ വിശാഖ മാസം. അത് കഴിഞ്ഞ് ജ്യേഷ്ഠ മാസമാണ്. അപ്പൊ ജ്യേഷ്ഠ മാസത്തിന്റെ 10-ാം തീയതിയോടനുബന്ധിച്ചിട്ടാണ് ഇപ്പൊ മഴ ഉണ്ടാവാറ്. ജ്യേഷ്ഠ മാസത്തിലാണ് മഴ. അതായത് ശക കലണ്ടറിലെ ജ്യേഷ്ഠ മാസത്തിലാണ് മഴ ഉണ്ടാവാറ്. വർഷ ഋതു ആഷാഢത്തിലാണ് ഉണ്ടായിട്ടുള്ളത്.
ആഷാഢം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആഷാഢം. ആഷാഢത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞില്ല, ആഷാഢത്തിന്റെ അവസാനം എന്ന് പറഞ്ഞില്ല. അപ്പൊ ലെറ്റ് us ഫോർ ഇൻസ്റ്റൻസ് കൺസിഡർ ദാറ്റ് ആഷാഢത്തിന്റെ നടുവിലാണ്, ആഷാഢത്തിന്റെ 15-ാം ദിവസം എന്ന് വിചാരിക്കാം. ആഷാഢത്തിന്റെ 15-ാം ദിവസവും അല്ലെങ്കിൽ ആഷാഢത്തിന്റെ 10-ാം ദിവസം തന്നെ നമുക്ക് എസ്യൂം ചെയ്യാം. കാരണം ജ്യേഷ്ഠയുടെ 10-ാം ദിവസമാണ് ഈ ജൂൺ 1. അതുപോലെ ആഷാഢത്തിന്റെ 10-ാം ദിവസം പറഞ്ഞാൽ ജൂലൈ 1 ശരിക്കും, ഒരു മാസം മുന്നോട്ട് പോയി. ഇത് 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 ഏത് കൃതിയിലാണെന്നറിയോ? ഇത് കാളിദാസന്റെ മേഘദൂതം എന്ന് പറഞ്ഞ കൃതിയിലാണ് വർഷഋതു ആഷാഢമാസത്തിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷിഫ്റ്റ് ഓഫ് 30 ഡിഗ്രി അവിടെ കാണാനുണ്ട്. ഈ ഷിഫ്റ്റ് ഓഫ് 30 ഡിഗ്രി പറഞ്ഞാൽ 1 ഡിഗ്രി പെർ ഇയർ വെച്ച് കൺസിഡർ ചെയ്യാച്ചെങ്കിൽ, അല്ല 1 ഡിഗ്രി ഇൻ 72 ഇയേഴ്സ് കൺസിഡർ ചെയ്യാൻ വിചാരിച്ചോളൂ. 30 ഡിഗ്രി പറഞ്ഞാൽ 72 × 30, ഏകദേശം 2200 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഇത് 2200 വർഷം മുമ്പ് കമ്പോസ് ചെയ്തു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. രാജേഷ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്തറിയോ, ഈ മേഘദൂതം എന്ന് പറഞ്ഞ കാളിദാസന്റെ കൃതി, അതായത് ഉജ്ജയിനിയിലെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ സമ്രാട്ട് വിക്രമാദിത്യന്റെ സഭയിലുണ്ടായിരുന്ന നവരത്നങ്ങളിൽപ്പെട്ട കാളിദാസൻ 2100 വർഷം മുമ്പ് രചിച്ച കൃതിയാണ് ഈ മേഘദൂതം എന്ന് മനസ്സിലാക്കാം. ഇതേ കാളിദാസന്റെ കണ്ടംപററി ആയിരുന്നു വരരുചി, കേരളത്തിലെ പറയിപെറ്റ മന്ത്രികുലത്തിന്റെ അച്ഛൻ. അദ്ദേഹം ആളും ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ആള് ചന്ദ്രവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു കൃതി എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ മെത്തേഡ്. അതായത് ഈ ഒരിക്കലും നമ്മുടെ എർത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്സോ കംപ്ലീറ്റ്ലി ഈ കോമൺ അല്ല. അതിന്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരിക്കലും ഈ സെയിം പൊസിഷൻ എക്സാക്ട്ലി റിട്ടൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദർ ആർ പോസിബിലിറ്റീസ്. പക്ഷെ ആ കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാർസിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റും, വളരെ ഭംഗിയായി ഡേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കൂ, 2 നക്ഷത്ര ഡിഫറൻസ് ബിക്കോസ് ഓഫ് പ്രിസഷൻ ഓഫ് ഇക്വിനോക്സ്. അതായത് പ്രസന്റ് റേറ്റ് 960 ഇയേഴ്സ് പെർ നക്ഷത്ര, 1920 ഇയേഴ്സ്, മേ ബി 2000 ഇയേഴ്സ്. കാളിദാസന്റെ മേഘദൂതം എഴുതിയിട്ടുള്ളത് 2000 വർഷം മുമ്പാണ്. ഇത് PV വർത്തകന്റെ മെത്തേഡാണ്. ഹി ഹാസ് യൂസ് ദിസ് മെത്തേഡ് ടു ഡേറ്റ് കാളിദാസ മേഘദൂത. ഇനി തുറന്നു നോക്കി. 2000 വർഷം 2000 വർഷത്തോളം മുമ്പ് കാളിദാസൻ എഴുതിയിട്ടുള്ള മേഘദൂതത്തിലുള്ള ഒരു മാസത്തിന്റെ ഷിഫ്റ്റ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ജ്യോതിഷന്മാരും ഈ ആസ്ട്രോണമി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ആസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ഈ ഷിഫ്റ്റ് അവരുടെ കാൽക്കുലേഷൻസിലുണ്ടോ? ജ്യോതിഷന് ആ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലെങ്കിലും പഞ്ചാംഗം രചിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഒരു പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ജ്യോതിഷന് കാലഗണന ചെയ്യാൻ. അത് അയാൾക്ക് രാശി വെക്കാനും ബാക്കിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവും. ഈ പഞ്ചാംഗം യൂസ് ചെയ്തിട്ട് വേണം പല കാര്യങ്ങളും ഇളക്കാൻ. ഈ പഞ്ചാംഗം രചിക്കുന്ന ആൾക്ക് ഈ നോളജ് വേണം, ഉണ്ട് എന്നുള്ളതാണ് എന്റെ അറിവ്. കാരണം യാജ്ഞവൽക്യൻ മുതൽ അങ്ങനത്തെ ഋഷിമാര് വളരെ ഭംഗിയായിട്ട് സ്റ്റാർ ഗേസേഴ്സ് ആയിരുന്നു അവർക്ക് ഒരു നക്ഷത്രം. പിന്നെ ഈ നൈറ്റ്സ്, ഇത് അതിലേറെ പ്രത്യേകത എന്താ വെച്ചാൽ നൈറ്റ് സ്കൈയിൽ ഒരു സമയത്ത് നമുക്ക് 14 നക്ഷത്രങ്ങളെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായിരുന്നു. മറ്റേ ഭാഗത്താണ് ബാക്കി 13 നക്ഷത്രങ്ങൾ അവർക്ക് തിരിച്ചറിയായിരുന്നു. Precision of equinox will be embedded in this panchangam and other things. So that അല്ല, ഇത് നമ്മുടെ നോക്ക് ഒരു കാര്യം തരും, ഒരു മനുഷ്യായുസിന് ഇത് പ്രശ്നമില്ല. ഒരു മനുഷ്യൻ 72 വയസ്സിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ 1 ഡിഗ്രി മാറുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഡസന്റ് മേക്ക് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ് ടൈം. എന്നാൽ നിങ്ങളിപ്പോ ഈ 2000 വർഷം കഴിഞ്ഞ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നോളജ് വേണം. അതായത് 140 വർഷം ജീവിച്ചാലും 2 ഡിഗ്രിയുടെ ഡിഫറൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കാണാൻ പോകുന്നു. അത് ദാറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് ടു അത് കൺസിഡർ. ഇത് ഒരു 4-5 ദിവസത്തിന്റെ ഡിഫറൻസിന്റെ പ്രശ്നമേ വരുന്നുള്ളൂ. അത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി ഇതിൽ പറയുന്നത് an examination of chronology of Rigveda based on astronomical references using planetarian software. BN നരഹരി HR എന്ന് പറഞ്ഞ ആസ്ട്രോഫിസിസ്റ്റ്. ഇവരൊക്കെ സയന്റിസ്റ്റുകളാണ്. നമ്മളിവിടെ റെഫർ ചെയ്യുന്ന ഡോക്ടർ രാജ്വേദം, ഹീസ് എ സയന്റിസ്റ്റ്. ഈ പ്രൊഫസർ നരഹരി HR അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഈ ആർക്കിയോളജിക്കൽ വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സിൽ ഡോക്ടർ NS രാജാറാം മാത്തമെറ്റീഷ്യൻ ആണ്. പിന്നെ നിക്കോളാസ് കസാനാസ് ഒരു ലിംഗ്വിസ്റ്റും പിന്നെ എക്കണോമിസ്റ്റും പുറമെ അദ്ദേഹം ഒരു ഇതുമാണ്, എന്താ നമ്മുടെ ഇൻഡോളജിസ്റ്റുമാണ്. പിന്നെ നമ്മുടെ ശ്രീകാന്ത് അളഗേരി, ഹീസ് എ മാത്തമെറ്റീഷ്യൻ എന്ന് വിളിക്കുക, ബാങ്കർ ആണ്, ബട്ട് ഹീസ് എ സ്റ്റാറ്റിസ്റ്റിക് ഇതിൽ എക്സ്പേർട്ട് ആണ്, പുറമെ ഋഗ്വേദത്തിൽ എക്സ്പേർട്ട് ആണ്. ഇവർക്കൊക്കെ അവരുടേതായ ഫീൽഡിൽ ദേ ആർ ഗുഡ്. അപ്പൊ അവർക്ക് ദേ നോ ഈ അനാലിസിസും ഇതിനൊന്നും അവർ അറിയാത്തവരല്ല. അവർക്ക് നല്ല ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരുടെ സ്റ്റഡീസിനെ ഇന്നിപ്പോ ഞാനൊരു ലേഡിയുടെ വീഡിയോ കണ്ടു രാവിലെ.
ഒരു മലയാളി ലേഡിയാണ്, അവരൊരു ഹിസ്റ്റോറിയൻ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ പറയുന്നത് ലിംഗ്വിസ്റ്റിക് എവിഡൻസ് ഉണ്ട്, ഇതിന് എവിഡൻസ് ഉണ്ട്, അതിന് എവിഡൻസ് ഉണ്ട്, ഇതിനെല്ലാം എവിഡൻസ് ഒന്നും അവർ പ്രസന്റ് ചെയ്യില്ല. അവർ പറയുന്നത് ഈ ദ്രവിഡിയൻ ലോൺ വേർഡ്സ് സംസ്കൃതത്തിൽ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ലോൺ വേർഡ്സ് ഉണ്ട്, ഇല്ല എന്നുള്ള ഒരു അങ്ങനെ ഒരു ഡിനയൽ ഒന്നുമില്ല. പക്ഷേ അവർ പിന്നീട് പറയുന്ന ഒരു ആയുധമാണ് അവരുടെ. ഇന്ന് അക്കാഡമിക് സർക്കിളിലുള്ള ആരും ഈ ആര്യൻ ഇൻവേഷൻ തിയറി എതിർക്കുന്നില്ല. അക്കാഡമിക് സർക്കിൾ എന്ന് അവർ പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റ് ആണ്. ദേ നെവർ, ഇത് ഈ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മാത്തമെറ്റീഷ്യൻസ് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിസിസ്റ്റ്, അതായത് ഒരു ഫിസിസിസ്റ്റ് ആണ് നമ്മുടെ ഒരു അഭിഷേക് ചൗഡ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആള് ആര്യൻ ഇൻവേഷൻ തിയറിസ്റ്റ് ആയിരുന്നു ആദ്യം. ഇതിൽ മിക്കവാറും ആളുകൾ, ഇപ്പൊ നീരജ് റായ് എന്ന് പറഞ്ഞ ഒരു ജെനറ്റിസിസ്റ്റ് ഉണ്ട്, ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു യങ് ജെനറ്റിസിസ്റ്റ് ആണ്. അദ്ദേഹം ആർക്കിയോളജിക്കൽ എവിഡൻസ് കണ്ടതിന് ശേഷം ആ ആള് കൺവിൻസ്ഡ് ആയി ആര്യൻ ഇൻവേഷൻ എന്ന് പറഞ്ഞ സംഭവം നടന്നത്. കാരണം അത്രയ്ക്ക് എക്സ്റ്റെൻസീവ് എവിഡൻസസ് ഉണ്ട്, അത്രയ്ക്ക് സൈറ്റുകളും ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഒരു ഹിസ്റ്റോറിയൻ ലെവലിലല്ല അവർ ചിന്തിക്കുന്നത്. ഈ ബി.ബി. ലാൽ എന്ന് പറഞ്ഞാൽ വളരെ സെലിബ്രേറ്റഡ് ആർക്കിയോളജിസ്റ്റ് ആണ്. പ്ലസ് ഹി ഹാസ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ്. അപ്പൊ ആളെ റൂൾ ഔട്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ബി.ബി. ലാൽ അഭിപ്രായം മാറ്റി എന്നൊക്കെ അവർ പറഞ്ഞു കളയും മീറ്റിങ്ങിലൊക്കെ. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഈ പറഞ്ഞ സയന്റിസ്റ്റുകളെല്ലാം ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ദേ ആർ പുട്ടിംഗ് ഫോർ മെനി എവിഡൻസസ് ഓൾസോ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അവർ അവരുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് എടുത്ത് കാണിച്ചിട്ട് പറയും, ഞാൻ എന്നെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഹിസ്റ്റോറിയൻ ആണ്, നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല. അത് ഈ ബി.ബി. ലാൽ ഇങ്ങനത്തെ ഞാൻ ആദ്യത്തെ പ്രസന്റേഷനിൽ ഈ ഋഗ്വേദയിലെ ഒരു വേർഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആയു അമാവസൂനെയും പറ്റിയിട്ട് ഈ പുരൂരോസിന്റെ ഇതിനെ പറ്റി പറയുന്ന ഒരു ഇൻസിഡൻസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആയു വെൻ ടു ഈസ്റ്റ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈസ്റ്റിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അത് ആയു കുരുവാഞ്ചാല വിദേഹത്തിന്റെ ഒറിജിൻ പ്ലേസ് ആയിട്ടുള്ള ഈ ടെറിട്ടറി, അത് ഗാൻജറ്റിക് പ്ലെയിനിലുള്ള ടെറിട്ടറിയിൽ പോയിട്ട് സെറ്റിലായി. അമാവസു വെൻ ടു ഗാന്ധാരത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇത് ഈ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഡൽഹി, പഞ്ചാബ്, നോർത്തേൺ യു പി, ഈ ടെറിട്ടറിയാണ് നമ്മുടെ കുരുവാഞ്ചാല വിദേഹത്തിന്റെ ടെറിട്ടറി. ആ ഏരിയയിൽ തന്നെയായിരുന്നു പുരൂരോസം ഉണ്ടായിരുന്നത്. അവിടുന്ന് അമാവസു എന്ന മകൻ ഗാന്ധാരത്തേക്ക് പോയി. ആ കാര്യം വിറ്റ്സല് കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. അമാവസു റിമൈൻഡ് വേർ ഇറ്റ് ഈസ് ആയു വെൻ ടു ഈസ്റ്റ് എന്നാണ് പറഞ്ഞോളി. അത് പോയിന്റ് ഔട്ട് ചെയ്തു ബി.ബി. ലാൽ ഒരു കോൺഫറൻസിൽ ഒരു സ്പീച്ചിന്റെ ഇടയിൽ ബി.ബി. ലാൽ അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോ മൈക്കൽ വിറ്റ്സൽ പറഞ്ഞാൽ യു ഡോണ്ട് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേദിക് ആൻഡ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ്. അതായത് ഇയാൾക്ക് സംസ്കൃതം അറിയില്ലാണ്ട് പറഞ്ഞോളി. അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലാണ് ഈ അപ്രോച്ച്. അത് അക്കാഡമിക് ക്രെഡൻഷ്യൽസ് എടുത്ത് ഒരു കെയിനിങ് ചെയ്യുക ആൾക്കാരെ. അങ്ങനത്തെ ഒരു കളി നടക്കുന്നുണ്ട് ഇതിൽ. എനിവേസ് അത് വേറൊരു കാര്യം. ഇനി ഈ നമുക്ക് ഈ ആർക്കിയോ ആസ്ട്രോണോമി ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവരെങ്ങനെ ഡേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത് പ്രൊഫസർ നരഹരി ആചാറിന്റെ ഡേറ്റിംഗ്സ് ഒക്കെയാണ്. അതായത് മെത്തഡോളജി, പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജിയാണ്. ദ ലെജൻഡ് ഓഫ് റിബൂസ്, ഇതൊരു ഋഗ്വേദിക് ഈ ഹൈംസിലുള്ള ഒരു ഇതാണ്, റെഫറൻസ് ആണ്, ഒരു ആസ്ട്രോണോമിക്കൽ റെഫറൻസ്. Achar points out that the rebus occur in 11 hymns. According to him, 3 rebus represent 3 seasons. Lunar year of 356 days. നമ്മൾ 365 days ആണ് കംപ്ലീറ്റ് ഇയർ. ഋഗ്വേദിക് ഇയർ എന്ന് പറഞ്ഞാൽ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ, 360 ദിവസങ്ങളായിരുന്നു. പിന്നെ എല്ലാ 5 വർഷം കഴിഞ്ഞാലും 6ാമത്തെ വർഷത്തിൽ അവരൊരു അധിക മാസം ആചരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഋഗ്വേദത്തിൽ നിന്ന്. ഇത് ലൂണാർ ഇയർ 354 days and at the end of which they take rest for 12 days in the house of the sun. That is 366 I. And they were awakened from their sleep by the hound. Achar using planetarium software depicts the sky map of this position. ഞാൻ ആ ഫിഗേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. I can share it if required. Occurrence of അത് ഫിഗേഴ്സ് ഒന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എനിവേസ്, occurrence of the autumnal equinox at Canis measured in 7240 BC. This is the oldest reference. 7240 BCയിലുള്ള ഒരു ആസ്ട്രോണോമിക്കൽ ഈവന്റിനെ പറ്റിയിട്ട് ഋഗ്വേദത്തിൽ ഈ റെഫറൻസ് ഉണ്ട്. ഈ ഋഗ്വേദത്തിലെ ഋഷിമാർക്ക് നമ്മളെ പോലെ ഇവിടെ ഹബിൾ ടെലിസ്കോപ്പോ അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ടൂളോ ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറിന്റെ സഹായമൊന്നും ഇല്ലാത്ത ഋഷിമാരായിരുന്നു അവര് സ്വന്തം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട കാര്യങ്ങളെ അവർക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ ഋഗ്വേദത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കാണുന്ന ഋഷി അത് കണ്ടുകൊണ്ട് കമ്പോസ് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഇത് 9000 വർഷം മുമ്പുള്ള ഈവന്റിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മെമ്മറി ചിലപ്പോൾ അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തായിരിക്കില്ല. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ മകനോട് പറഞ്ഞിട്ട് അവർ കമ്പോസ് ചെയ്തായാലും മതി. പക്ഷെ അത് വളരെ വ്യത്യാസമൊന്നും വരില്ല. മുത്തച്ഛൻ കണ്ടതാണെങ്കിലും മുത്തച്ഛൻ കണ്ടല്ലോ, മുത്തച്ഛൻ അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് മുത്തച്ഛന് അതിനെപ്പറ്റി തിരിച്ചറിവുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് കണ്ടതും തിരിച്ചറിഞ്ഞതും റെഫർ ചെയ്തതും. അത്രേ മാറ്റർ ചെയ്യുള്ളൂ.
പിന്നെ ലെജൻഡ് ഓഫ് മണ്ടുഗാസ്, ദ സോ കോൾഡ് ഫ്രോഗ് സോങ് വിച്ച് ഇസ് ഫേമസ് സൂക്ത ഇൻ ഋഗ്വേദ 7:103, 7-ാം മണ്ഡലത്തിലെ 103-ാം ഇതാണ് എന്താ പോയമാണ്. Jacobi finds in the sukta the reference to the beginning of the year in the rainy season, which occurs in the summer solstice. Achar further informs that the law says that summer solstice in Uttara Phalguni correspond to the vernal equinox in Margasiras. Achar depicts the sky map of this position. നോക്കൂ, നമ്മൾ ഈ പറയുന്ന 27 നക്ഷത്രങ്ങൾ നമ്മൾ പറയുന്ന 27 നക്ഷത്ര സമൂഹങ്ങളാണ്. ഈ മൃഗശിരസ് എന്ന് പറഞ്ഞ ഒരു നക്ഷത്രമല്ല, അതിൽ 2-3 നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് അനുസരിച്ച് പല നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര സമൂഹമാണിത്. അപ്പൊ അതിലെ ഏത് നക്ഷത്രത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണോ അതിന്റെ ബേസിസിലുള്ള ഒരു ഡേറ്റ് ആണ് അദ്ദേഹം മുന്നോട്ട് കൊടുത്തിട്ടുള്ളത്. ആര്? ഈ നമ്മുടെ നരഹരി ആചാർ. ഇഫ് മൃഗശിരസ് ഈസ് ഐഡന്റിഫൈഡ് ആസ് Zeta Thau, the equinox can be dated as 4240 BCE. അതായത് 6200 വർഷം മുമ്പുള്ള ഒരു ഈവന്റ് ആണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇഫ് മൃഗശിരസ് ഈസ് ഐഡന്റിഫൈഡ് ആസ് Beta Thau, സെയിം ഒരേ നക്ഷത്ര സമൂഹത്തിലെ 2 നക്ഷത്രങ്ങളുടെ പേരുകളെന്ന് വിചാരിച്ചോളൂ. അടുത്ത നക്ഷത്രമാണെങ്കിൽ 3820, അതായത് 400 വർഷത്തിന്റെ ഡിഫറൻസ്, 300 ചില വർഷത്തിന്റെ ഡിഫറൻസ് ഉള്ള ഒരു ഇവന്റ്, അല്ലെങ്കിൽ 420 വർഷത്തിന്റെ ഡിഫറൻസ് ഉള്ള ഒരു ഇവന്റ്, ഒരു ഡേറ്റ്. പക്ഷെ എന്തായാലും 6000 വർഷം മുന്നോട്ടുണ്ട്. ദിസ് ഈസ് അനദർ റെഫറൻസ്. ഇനി ആന്റിക്വിറ്റി ഓഫ് ഋഗ്വേദ, ഈ ഒരു ഋഗ്വേദത്തിന്റെ 7-ാം മണ്ഡലം അതിലുള്ള ഒരു റെഫറൻസ് ആണ്. ഈ 7-ാം മണ്ഡലം 6000 വർഷം മുമ്പുണ്ടായിരുന്നെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ടൈമിലാണ് ഈ ഫ്രോഗ് സോങ് എഴുതിയിട്ടുള്ളത്. ആ സമയത്താണ് ഫ്രോഗ് സോങ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഒരു ടൂളും നമ്മുടെ കയ്യിലില്ലാതെ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു ലേമാനാണ്. നക്ഷത്ര സമൂഹത്തില് ഈ മൃഗശിരസിലെ ഇപ്പൊ ഈ Beta Thau അല്ലെങ്കിൽ Zeta Thau, ഈ 2 വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങളാണ്. ഈ നിങ്ങൾ പറഞ്ഞ ഈ സോൾസ്റ്റീസ്, നമ്മൾ പറഞ്ഞു ഈ സമ്മർ സോൾസ്റ്റീസിന് ഇൻലൈൻ ആയിട്ട് ഇതിൽ ഏത് നക്ഷത്രമാണ് ഇൻലൈനായി വരുന്നത്? അതിന്റെ ഇടയിൽ ഒരു 200 വർഷത്തിന്റെ ഡിഫറൻസ് കാണുമല്ലോ. അത് 3 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോ 72 വർഷം വെച്ചിട്ട് നിങ്ങൾ നോക്കാച്ചാൽ 400 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ട്. 400 വർഷത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 6 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. 6 7 are 42, 420 ആണ്. അപ്പൊ 6 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ട് ഈ 2 നക്ഷത്രത്തിന്റെ ഇടയിൽ. അപ്പൊ ഈ സമ്മർ സോൾസ്റ്റീസിന്റെ ആ ലൈനില്ലേ, ആ ഇൻലൈൻ വിത്ത് ഈ നക്ഷത്രം ആവുമ്പോൾ, ഏതെങ്കിലും ഒന്നിലാവുമ്പോൾ ദാറ്റ് ഇസ് ദിസ് ഡേറ്റ് 4240 BC. അല്ലെങ്കിൽ മറ്റേ നക്ഷത്രമാണെങ്കിൽ ഇറ്റ് മേ ടേക്ക് അനദർ 400 years, കാരണം ഒരു 6 ഡിഗ്രി കൂടി മാറണം. അത് അവരുടെ ടൂൾ ഉണ്ട്, ദർ ഇസ് എ സോഫ്റ്റ്വെയർ, അതിൽ നിങ്ങൾ ഡാറ്റ എൻട്രി ചെയ്താൽ ഇറ്റ് വിൽ കം ഔട്ട് വിത്ത് ഈ ഔട്ട്കംസ്. നമ്മളാവുമ്പോൾ നമുക്ക് ഇത് ഇമാജിൻ ചെയ്യേണ്ടി വരും. Then legend occurs in Rigveda 10, 14th പോയതിൽ 2 verses. Pass by the secure beyond the 2 spotted 4-eyed dogs. Canis majoris. The progeny of Sarama Pani എന്ന് പറഞ്ഞ ഇന്ദ്രന്റെ പട്ടിയാണത്ര സരമ. The join the wise Pitrus who rejoice fully with Yama. Actually a reference to the 2 stars of Canis majoris and Canis minoris and Canis. The hymn refers to a time when the 2 stars cross the meridian at the same time. Achar depicts the sky map of this position. 2 dog stars point south pole, 4350 BC. ഇത് സൗത്ത് പോൾ. ഇതും ഒരു ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നോർത്ത് പോൾ ഒരു പെർമനന്റ് അതായത് നോർത്ത് സ്റ്റാർ പെർമനന്റ് ഒരു ഇതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ സൗത്ത് പോളാർ ആക്സിസും അതും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു കോണ് വരച്ചോണ്ടിരിക്കുന്നുണ്ട് ഏത് ശൂന്യതയില്. അപ്പൊ ആ ഈ പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഈ കാനിസ് മെജോറിസ് അല്ലെങ്കിൽ കാനിസ് മൈനോറിസിന്റെ നേർക്ക് പോയിന്റ് ചെയ്തിരുന്നു, ഈ 2 ഡോഗ് സ്റ്റാർസിന്റെ നേർക്ക്. ആ പർട്ടിക്കുലർ പീരിയഡ് 4300 BC ആണ്. ദിസ് കനോട്ട് ബി റെപ്ലിക്കേറ്റഡ്, കാരണം പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറിൽ ഇതിന് ഓൾട്ടർനേറ്റ് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഷോയിങ് എ ഡേറ്റ് ഓഫ് 6300 വർഷം മുമ്പ്, 6400 വർഷം മുമ്പ് നടന്നൊരു സാധനത്തെ നഗ്ന നേത്രത്താൽ ഒരു ഋഷി കണ്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണത്. ഒരു പദ്യം, ഒരു പോയം, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഓഫ്, അല്ലെങ്കിൽ ഒരു ഈവന്റിന്റെ മെമ്മറി, ഒരു ദൈവത്തെ അല്ലെങ്കിൽ യമനെ സ്തുതിക്കുമ്പോൾ ഇങ്ങനെ ഈവന്റിനെ പറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമാണത്. അപ്പൊ ഋഗ്വേദം ഒരു 100 വർഷം കൊണ്ടോ 200 വർഷം കൊണ്ടോ 300 വർഷം കൊണ്ടോ എഴുതിയതല്ലെങ്കിൽ അല്ലാന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ. 7300 BC-യിലുള്ള ഒരു ഇവന്റ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 4200-ലുള്ളതുണ്ട്, 4300-ലുണ്ട്, 3000. അത് 4200-ലും 4300-ലും വന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് 3800-ലായിരിക്കാം.
അപ്പൊ നോക്കൂ, ആ മെനി ഓതേഴ്സ് ആർ ഡിഫറെന്റ് പീരിയഡ്സ് ഓഫ് ടൈം. അത് അങ്ങനെ ഒരു ഒറ്റ അതില് വേറെ പ്രത്യേകത എന്താ പറയുക, അനുക്രമണി എന്ന് പറഞ്ഞിട്ട് ഋഗ്വേദത്തിലെ കമ്പോസേഴ്സിന്റെ പേരുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്. അതില് അച്ഛൻ, മകൻ, പേരക്കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പരമ്പരപ്പെട്ട ആളുകളും ഈ ഇത് കമ്പോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ വളരെ 10 രാജാക്കന്മാരുടെ പേര് ഒരേ പരമ്പരയിൽപ്പെട്ട ഭരതവംശത്തിൽപ്പെട്ട 10 ഡിഫറെന്റ് രാജാക്കന്മാർ ഡിഫറെന്റ് പീരിയഡ്സ് ഓഫ് ടൈമിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സരസ്വതിയെ പറ്റിയിട്ട് പല കാലങ്ങളിൽ ചിത്രൻ എന്ന് പറഞ്ഞ രാജാവും അഭയവർത്തിൻ ജയമാന എന്ന് പറഞ്ഞ രാജാവും ഇവരൊന്നും ഭരതവംശികളല്ല. അല്ലാത്ത രാജാക്കന്മാരെ പറ്റിയിട്ടും പുരൂരവസിനെ പറ്റി പറയുന്നുണ്ട്, നഹുഷനെ പറ്റി പറയുന്നുണ്ട്, യയാതിയെ പറ്റി പറയുന്നുണ്ട്, പുരുവിനെയും മറ്റ് 5 അതായത് പുരുവിനെയും മറ്റ് 4 മക്കളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ. ആയു അമാവാസനെ പറ്റി പറഞ്ഞു. ആയുവിന്റെ മകനാണ് നഹുഷൻ. നഹുഷന്റെ മകനാണ് യയാതി. യയാതിയുടെ മകനാണ് ഈ പുരു, യദു, തുർവസും അനുദ്രുവും ഒക്കെ. പുരു ഏറ്റവും യങ്ങായിട്ടുള്ള മകൻ. പുരുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ ഭരതവംശത്തിൽപ്പെട്ടുള്ളവര്. നേരിട്ട് മകനല്ല. പുരുവിന്റെ പരമ്പരയിൽപ്പെട്ട അനേകം രാജാക്കന്മാരുടെ ശേഷം വരുന്ന ഭരതരാജാവിന് ശേഷം വരുന്ന ഈ ദേവസ്രവസ്, സുദാസ് എന്നിങ്ങനെ ആൾക്കാരെ പറ്റി പറയുന്നത്. അപ്പോൾ വളരെയധികം വർഷങ്ങളെടുത്ത് കമ്പോസ് ചെയ്തിട്ടുള്ള എഴുതിയതെന്ന് പറയാൻ പാടില്ല, കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അത് റിട്ടേൺ ഫോമിലായിട്ടുള്ള റീസെന്റ് ആണ്. ഇത് ഓറൽ ട്രഡീഷനിലൂടെയാണ് ഇത് കൺവേ ചെയ്ത് പോയത്. ഇന്നും ഓറൽ ട്രഡീഷനിൽ ഇത് തുടർന്നു പോകുന്നുണ്ട്. ഇതിന് വേറെ റെഫറൻസസ് okay, let us conclude about the archaeoastronomy also. Earliest references 7000 BC ലുള്ള earliest references ഉണ്ട് ഋഗ്വേദയിൽ. 53 there are 53 references in Rigveda as prayers offered to Ashwinis at dawn. Okay. The description clearly points for the sighting of a pair of stars in the Aries constellation just before the sunrise after winter solstice to mark the year of beginning of Uttarayana. Winter solstice occurred in Aries. ഇത് നോക്കൂ, നമ്മളെ ഇപ്പോഴത്തെ വിന്റർ സോൾസ്റ്റിസ് എപ്പോഴാണ് നടക്കുന്നത്? ഇപ്പോഴത്തെ വിന്റർ സോൾസ്റ്റിസ് നടക്കുന്നത് ഡിസംബറിലാണ്. ഏരീസിൽ വിന്റർ സോൾസ്റ്റിസ് നടക്കുന്ന പറഞ്ഞാൽ മേടം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ നടക്കുന്നു. ഒരു 4 മാസം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറകോട്ട്. മേടത്തിന് വരുന്നത് മകരം, കുംഭം, മീനം, മേടം. മകരത്തിലേക്ക് വന്നു 8000 വർഷം മുമ്പ്. അല്ല, 2000 വർഷമാണ് ഒരു മാസത്തിന്. അപ്പം നമുക്കിപ്പോ കമ്പ്യൂട്ട് ചെയ്യാം. നമ്മൾ ശരിക്കും ജസ്റ്റ് ഇമാജിനേഷന് മുകളിൽ കിട്ടും. ഏരീസിൽ വിന്റർ സോൾസ്റ്റിസ് വരണമെങ്കിൽ, അതായത് ഈ മകരം, കുംഭം, മീനം, മേടം. മകരമല്ല, ധനു, മകരം, കുംഭം, മീനം, മേടം. ഡിസംബർ അവസാനം എന്ന് പറഞ്ഞാൽ മകരം തുടങ്ങുന്നത് നമുക്ക് ജാനുവരിയിലാണ് അല്ലെ? മകരസംക്രാന്തി ജാനുവരിയാണ്. അപ്പൊ ഈ ധനു, മകരം, കുംഭം, മീനം ആണ്. മേടത്തിന് 1-ാം തീയതി ഇത് സംഭവം ഏരീസ്. അപ്പൊ ധനു, മകരം, കുംഭം, മീനം ഒരു 3.5 മാസം. 2000 പിന്നെ ഒരു 1000 ചില്ലറ 7000 BC. റഫ് കട്ട് തമ്പറൂൾ വെച്ചുള്ള കാൽക്കുലേഷൻ ചെയ്താലും നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ആസ്ട്രോണോമിക്കൽ ഈ പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. Ashwinis were not visible in the early in the morning after winter solstice horizon around 6000 BC. In fact, the sky of 19 December 6000 BC at sunrise shows that Ashwini gave way to the bright star Chitra on the opposite side. All these observations are made with the help of astronomical softwares only. Then Agastya Muni's time around 5100 BC. Agastya Nakshatram Western Hemisphere visible ആയത് ഏകദേശം 5000 BC പീരീഡിലാണ്. മാച്ചസ് വിത്ത് ദ ടൈം ഓഫ് രാമായണം. പക്ഷേ നമ്മുടെ എന്നനോക്കിന്റെ രാമായണ ഡേറ്റിംഗ് ഈസ് ഫാർ ബിഫോർ ദാറ്റ്. വെർണൽ ഇക്വിനോക്സ് വാസ് അറ്റ് റോഹിണി ഇൻ 3100 BC. 5100 വർഷം മുമ്പുള്ള ഒരു റെഫറൻസ്. 5100 7000 വർഷം മുമ്പുള്ള റെഫറൻസ്, 9000 വർഷം മുമ്പുള്ള റെഫറൻസ്, ഇങ്ങനെ 6000 വർഷം മുമ്പുള്ള, ഇങ്ങനെ ഒരുപാട് ആസ്ട്രോണോമിക്കൽ റെഫറൻസസ് ഋഗ്വേദത്തിലുണ്ട്. The dates derived from astronomical references of these occurrences span from a range of 7000 BCE to 2200 BCE. 4000 വർഷം മുമ്പ് മുതൽ 9000 വർഷം മുമ്പ് വരെയുള്ള ഒരു 5000-ഓളം വർഷത്തിന്റെ സ്പാനിലാണ് ഋഗ്വേദത്തിന്റെ പല മണ്ഡലങ്ങളും കമ്പോസ് ചെയ്യപ്പെട്ടതും അതെല്ലാം സംഗ്രഹിച്ച് ഇന്നത്തെ രൂപത്തിൽ ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കമ്പോസ് ചെയ്ത് വന്നിട്ടുള്ളത്, നമുക്ക് ഇന്നത്തെ നിലയിൽ കിട്ടിയിട്ടുള്ളത്. രാമായണം പിക്സ് പാരലിൽ ഉണ്ടായിരിക്കും. 5100 BC രാമായണം ഉണ്ടായിരിക്കാം. രാമായണം ആയിരിക്കാം, സാധ്യത ഉണ്ട്. കാരണം ചിലപ്പോ രാമായണത്തിൽ ഇതിന്റെ റെഫറൻസസ് എനിക്ക് അത്ര അതിലെനിക്ക് കണ്ടിട്ടില്ല. അത് നോക്കിയിട്ട് വേണം. ഇത് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറിന്റെ ഒബ്സർവേഷൻസ് ആണ്.
പിന്നെ ഈ 2200 BC എന്ന് പറഞ്ഞാൽ മഹാഭാരത ഈവന്റിനും ശേഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മഹാഭാരതം 3000 BC നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. Planetary references in Valmiki Ramana reflect sky views seen subsequently on the dates around 7000 before present. That is 5000 BC. BP means before present. 5000 BC. Now, planetarium software വെച്ചിട്ട് നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ രാമായണത്തിന്റെ ഈവന്റ് പറഞ്ഞ 5114 BC എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. Sky view of the time of Lord Ram's birth could be seen from Ayodhya on 10th January 5114 BC. ഞാനത് വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. Which was also Shukla Paksha Navami of Chaitra month. ചിത്ര മാസത്തിലാണ് രാമൻ ജനിച്ചത്. നവമി, രാമനവമി. ഇന്നും നമ്മൾ നവമിയാണ് ആഘോഷിക്കുന്നത്. ഇത് ഈ ഇങ്ങനെയുള്ള റെഫറൻസസ് വെച്ചിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ ആസ്ട്രോണോമിക്കൽ റെഫറൻസസും അന്നത്തെ ആ ഒരു സ്റ്റെല്ലാർ പൊസിഷൻസും വെച്ച് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറിൽ ഏതൊരു സെനാരിയോ ആണ് മാച്ച് ചെയ്യുന്നത് നോക്കുമ്പോഴാണ് ഈ ഡേറ്റ് കിട്ടുന്നത്. പിന്നെ സ്കൈ വ്യൂസ് ഓൺ സെവറൽ ഡേറ്റ്സ്, രാമായണ ഡേറ്റിംഗ് ആണ്. സ്കൈ വ്യൂസ് ഓൺ സെവറൽ ഡേറ്റ്സ് ഫ്രം റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് പുത്രകാമേഷ്ടി യജ്ഞം. ദശരഥൻ പുത്രകാമേഷ്ടി ചെയ്യുന്നത് 5115 BC യിലാണ്, ഒരു വർഷം മുമ്പ്. Commencement of journey of Ram Sena to Lanka, 19 September 5076 BC. 24 38 വയസ്സായിട്ടാണ്. ഇനി മഹാഭാരത വാർ, ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മഹാഭാരതത്തിനെ പറ്റിയുള്ള സ്റ്റഡി അത് നമ്മുടെ ഗൂഗിൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കൃഷ്ണാസ് ഡിപ്പാർച്ചർ ഓൺ രേവതി September 26, 3006. ഈ ഡേറ്റ്സ് എല്ലാം പെർഫെക്റ്റ്ലി ഇതിൽ മഹാഭാരതത്തിലെ റെഫറൻസസ് പറഞ്ഞിട്ടുള്ള ഓരോ റെഫറൻസും ആ പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറിലെ ഓരോ ഡേറ്റ്സുമായിട്ട് പെർഫെക്റ്റ്ലി ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഈവൻസിനെ അന്ന് നഗ്ന നേത്രങ്ങളാൽ കണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അതൊരിക്കലും നമുക്ക് തെറ്റാന്ന് പറയാൻ സാധിക്കില്ല. ദിസ് ഇസ് സയന്റിഫിക് ട്രൂത്ത്. അല്ലാതെ ഇവർക്ക് പിന്നോട്ടിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്നത്തെ പോലെ ഈ ആസ്ട്രോണോമിക്കൽ ടൂൾസ് ഇല്ല. All these dates are fitting well with that particular period of time. അത് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എക്സാക്ട്ലി നമ്മൾ അക്യൂറസി ഭയങ്കര ഹൈ അക്യൂറസി ഉള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡേറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മഹാഭാരത ഹാസ് ഹാപ്പൺ 3000 something years back, 3000 something BC, അതായത് 5000 years back. ഇന്നത്തെ എല്ലാം വെച്ചാൽ 5080 years back. ഇതിലെന്തെങ്കിലും ചോദിക്കണ്ടേ? ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആക്കാം. ഓക്കെ, ഇനി ഇതിന്റെ അനാലിസിസ് അല്ല, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മുമ്പ്. ആംഗസ് മാഡിസൺ റിപ്പോർട്ടാണത്. ആംഗസ് മാഡിസൺ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സാഫ്രൺ കളറിൽ കാണുന്ന ഈ ലൈനാണ് നമ്മുടെ ഇന്ത്യയുടെ GDP. ഇത് 0 AD ദിസ് വാസ് അറൌണ്ട് 33% ഓഫ് വേൾഡ് GDP. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് GDP ഇന്ത്യയിലായിരുന്നു. 1200 AD ഏകദേശം ഈ പീരീഡിൽ വി വർ ഹാവിംഗ് 28% ഓഫ് വേൾഡ് GDP. അന്ന് ഈ സ്ലേവ് സുൽത്താൻസ് വന്ന് ഇവിടുന്ന് ലൂട്ട് ചെയ്തിട്ട് എല്ലാം ടർക്കിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അത് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് വന്നിട്ട് ഏകദേശം ഇത് 1500 AD വരുമ്പോഴേക്കും ഇത് 24% ആയിട്ടുണ്ട്. അതായത് മുഗൾ ഡൈനാസ്റ്റി പവറിൽ കയറുമ്പോൾ. എന്നിട്ട് പിന്നെയും സ്റ്റിൽ ഡൗൺ ആയത് ഏകദേശം 23% ആവുന്നു. അത് കഴിഞ്ഞ് 1707 പീരീഡ് ഒക്കെ ആയി കഴിഞ്ഞ് മറാഠാസ് പൊങ്ങി വന്ന കാലത്ത് ഒന്ന് പൊങ്ങി മേപ്പെട്ട്. അതായത് ഔറംഗസീബിന്റെ മരണശേഷം 1700 ആ പീരീഡിൽ ഇത് മേൽപ്പെട്ട് പൊങ്ങി. പിന്നെ ബ്രിട്ടീഷുകാർ പിന്നെ ഒരു 1750 പീരീഡ് ആകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഏകദേശം ഓൾമോസ്റ്റ് അവർ ക്യാപ്ചർ ചെയ്ത് കൈ നിർത്തപ്പോഴേക്കും പിന്നെ സ്റ്റീപ്പ് ഡൗൺ ആണ്. ഇതാണ് 1950. ഈ സമയമാകുമ്പോഴേക്ക് ഏകദേശം 6%, 1950s ആകുമ്പോഴേക്കും 6%-ഓളം വേൾഡ് GDP-യുടെ 6%ആണ് നമ്മുടെ GDP. അതൊരു 1970 ആകുമ്പോഴേക്കും അതൊരു 3% ആക്കി. 1990 ആയപ്പോഴേക്കും 3% ആക്കി. പിന്നീട് വന്ന എക്സ്റ്റൻഡഡ് ബ്രിട്ടീഷ് റൂള്. ഞാൻ ജോക്കിങ്, എനിക്ക് പൊളിറ്റിക്കൽ ഇതൊന്നുമില്ല. ഞാൻ ആ നെഹ്റു ഡൈനാസ്റ്റിയുടെ റൂളിനെയാണ് പറഞ്ഞത് എക്സ്റ്റൻഡഡ് ബ്രിട്ടീഷ് റൂളിന്. അത് കഴിഞ്ഞ് ഇപ്പോൾ സ്ലോലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇപ്പൊ 2003 സെനാരിയോ ഇവിടെ കാണാം നമുക്ക്. നൗ ഇതിൽ നിന്ന് കാര്യമായിട്ട് ഡെവലപ്മെന്റ് നമുക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. 6-7% നമ്മൾ ഇപ്പോഴും 5%-6% നമ്മൾ ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ
ഈ 33% GDP എന്ന് പറഞ്ഞാൽ നമ്മളിത് നോളജ് വിറ്റിട്ടോ അല്ലെ നമ്മൾ ഈ പാണ്ഡിത്യം വിറ്റുണ്ടാക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ആർട്ടിഫാക്ട്സ്, വേൾഡ്സ് ബെസ്റ്റ് സ്റ്റീൽ വാസ് ഇൻ ഇന്ത്യ. പിന്നെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അരിക്കാമേട് എന്നുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. കീഴടി അരിക്കാമേടൊക്കെ 300 BC ഇറ്റ് വാസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബബ്ലിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു. അവർ ഇവിടുത്തെ ആർട്ടിഫാക്ട്സ്, ലാപ്പിസ് ലാസുലിയിലും അതുപോലെ കോപ്പർ ആർട്ടിഫാക്ട്സ്, ഗോൾഡ് ആർട്ടിഫാക്ട്സും ഇതെല്ലാം ഇതാക്കിയിരുന്നു. ഈ സാധനങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റീൽ ആയാലും ഇന്ത്യൻ മെറ്റൽസ് ആയാലും ഇന്ത്യൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനത്തെ ഇതെല്ലാം മറ്റ് ഈ ഏരിയാസിൽ, ടെറിട്ടറീസിൽ പോയിട്ട് വിറ്റ് അതുപോലെ അവിടുന്ന് വരുന്ന വരുമാനമൊക്കെ ആയിട്ടാണ് ഇത് ഫ്ലറിഷ് ചെയ്ത് നിന്നിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ ഈ ലോക്കൽ സ്മിത്തി, ബ്ലാക്ക് സ്മിത്ത് ആയാലും ഗോൾഡ് സ്മിത്ത് ആയാലും എല്ലാം നല്ല സ്ട്രോങ് ആയിരുന്നു. കാരണം ഈ മുഗളന്മാരായാലും ആരായാലും യുദ്ധം ചെയ്യണം, അവർക്ക് അതിന് വാളും കുന്തും എല്ലാം വേണം. അപ്പൊ ആ ലോക്കൽ ഇൻഡസ്ട്രീസിന് ഓരോ ഗ്രാമങ്ങൾ ഈ പർട്ടിക്കുലർ പ്രൊഫഷനിൽ നിൽക്കുന്നതും അന്ന് സ്വാഭാവികമായിരുന്നു. അവർക്ക് അവരുടേതായ രീതിയിൽ സെൽഫ് എസ്റ്റേൻഡും ആയിരുന്നു. അത് ഗ്രാജുവൽ ഡിക്ലൈനിലേക്ക് വന്നു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിത്തോളം ഈ ബ്രിട്ടീഷ് വന്ന് പവർ എടുത്തതിന് ശേഷം ഒരു ഇന്റർമീഡിയറി പോലെയാണ് എല്ലായിടത്തിലും. അവരുടെ നാടില്ല അവിടെ. ഇപ്പൊ 2 രാജാക്കന്മാർ 2 വാറിംഗ് ഗ്രൂപ്പാണ്. ആ വാറിംഗ് ഗ്രൂപ്പിന്റെ ഇടയിൽ പോയിട്ട് ഒരാളുമായിട്ട് ഇവര് ഫ്രണ്ട്ഷിപ്പ് ആവും. മറ്റാളെ തകർക്കാൻ വേണ്ടി ഞാൻ ആയുധം സപ്ലൈ ചെയ്യാന്ന് പറയും. എന്നിട്ട് മറ്റേ ആളെ തകർത്തതിന് ശേഷം ഇവർ പറയുന്നത് വെച്ചാൽ ആ ടെറിട്ടറി ഞങ്ങൾ വെക്കാം, നിങ്ങൾക്ക് ത്രെറ്റ് ഒഴിവായില്ലേ തീർച്ച. അങ്ങനെ ഓരോരോ രാജ്യത്തിനെ കൈക്കലാക്കി വരും. കൈക്കലാക്കുക മാത്രമല്ല, ആ രാജ്യത്തിനെ കീഴടക്കിയിട്ട് അവിടെ ഒരു രാജകുടുംബം അല്ലെങ്കിൽ ഒരു എയർ ടു ദ ത്രോൺ ഇല്ലെങ്കിൽ അവർ ഡോക്ടർ ഓഫ് ലാപ്സിൽ ത്രൂ അത് അവരുടെ കീഴിലാക്കും. ഈ തിരുവിതാംകൂർ രാജവംശം ധർമ്മരാജയ്ക്ക് ശേഷം അടുത്ത അവകാശം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഡോക്ടർ ഓഫ് ലാബ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇവര്. അപ്പോ സ്വാതി തിരുനാൾ മഹാരാജാവ് ഗർഭത്തിലായിരിക്കുമ്പോൾ കിരീടം കൊണ്ടുപോയിട്ട് വയറിൽ വെച്ച് ഗർഭശ്രീമാൻ എന്നുള്ള പേരുണ്ടായിട്ടുണ്ട്. ഡോക്ടർ ഓഫ് ലാബ്സ് പ്രകാരം ആ രാജ്യം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു നടപടിയാണത്. ഈ തഞ്ചാവൂർ രാജ്യം ഡോക്ടർ ഓഫ് ലാബ്സ് കാരണം കൈവിട്ടു പോയി. അതുപോലെ ഈ ഔദ്, അതായത് നമ്മുടെ അവധ് വിഹാരിയുടെ സ്ഥലം, നമ്മുടെ ഭഗവാൻ ശ്രീരാമന്റെ സ്ഥലം, അവിടെ പണ്ടൊരു നവാബ ഉണ്ടായിരുന്നു. അതും അങ്ങനെ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബംഗാള്, അങ്ങനെ കുറെ ബീഹാറിന്റെ ടെറിട്ടറി മുഴുവനായിട്ട് ഇങ്ങനെ ഡോക്ടർ ഓഫ് ലാബ്സ് കാരണം പോയിട്ടുണ്ട്. ഇതിന്റെ ആഫ്റ്റർമാത്ത് എന്താന്ന് വെച്ചാൽ തഞ്ചാവൂർ പോയപ്പോൾ തഞ്ചാവൂർ ഉണ്ടായിരുന്ന ഈ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സും അതുപോലെ കൃഷി ചെയ്തിരുന്ന ആളുകളും ജോലിയില്ലാതെ ചെയ്യും. കാരണം ഡോക്ടർ ഓഫ് ലാബ്സ് പ്രകാരം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൊസൈറ്റിക്ക് ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു ടാക്സ് ഭയങ്കരമായി കൂട്ടും. ഇപ്പോ പണ്ട് കൃഷി ചെയ്തിരുന്ന ആള് ഇപ്പൊ ഒരു പ്രഭു, ഒരു രാജാവിന്റെ കീഴിൽ ഒരു പ്രഭുവിനാണ് ഇവിടുത്തെ ലാൻഡിൽ അവകാശം. 1000 ഏക്കർ ലാൻഡ് ഉണ്ട്. അപ്പൊ അയാൾക്ക് ഒരു ലോക്കൽ ഒരു സൂപ്പർവൈസർ ആരെങ്കിലും ഉണ്ടാവും, അയാളുടെ ഒരു കയ്യാള് അല്ലെങ്കിൽ ഒരു കാര്യസ്ഥൻ, അയാളാണ് അവിടുത്തെ ലോക്കൽ നോക്കുന്നത്. അപ്പൊ ആ കൃഷി എല്ലാം അയാൾ കോർഡിനേറ്റ് ചെയ്യും. അപ്പൊ അവിടുത്തെ ലോക്കൽ ലേബറേഴ്സ്, അവിടെ നെൽകൃഷിക്ക് അറിയുന്ന ലോക്കൽ ആയിട്ടുള്ള ലേബേഴ്സ് ആണ് അവർ പണികൾ ചെയ്തിരുന്നത്. അത് ഏറ്റവും താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന കൂട്ടർ, നമുക്ക് വേണമെങ്കിൽ ശൂദ്രാസ് എന്ന് വിളിക്കാം, അവരാണ് ആ പണി ചെയ്തിരുന്നത്. അവർക്ക് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് ഇത് കിട്ടുമായിരുന്നു, ഗ്രെയിൻസ് കിട്ടുമായിരുന്നു. 30% എന്ന് വെക്കാം. 30% ഈ സൂപ്പർവൈസറും 30% ഈ ഓണർക്ക്, ഈ നോബിളിനും 10% രാജാവിനും പോയിരുന്ന ഒരു സെനാരിയോ ഉണ്ടായിരുന്നു ഇവിടെ പണ്ട്. പിന്നെ അവിടുത്തെ അമ്പലങ്ങളിൽ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിടിച്ചിരുന്ന കൂട്ടരൊന്നല്ല. ഇതിനും ഞാൻ രാജവേദത്തിന്റെ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരാം. കാരണം ആള് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഗ്രാമത്തില് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എങ്ങനെയാണ് നടക്കുന്നത്, രാജാവ് പൈസ കൊടുക്കണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ അങ്ങനെയല്ല. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സ്വന്തം മക്കളെ ഈ പണ്ഡിറ്റിന്റെ അടുത്ത് പറഞ്ഞേക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അവർ കുറച്ച് സംസ്കൃതവും ഭാഷയൊക്കെ പഠിപ്പിക്കും. ഇവർ പൂജ എല്ലാം കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ദക്ഷിണ വാങ്ങിയിട്ട് ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കുക എന്നുള്ള ചുമതല ഈ പണ്ഡിറ്റിനുണ്ടായിരുന്നു, അത് ഈ പൂജാരിക്ക്. അങ്ങനെ അതുപോലെ അപ്പൊ അവർ ചെറിയ എമൗണ്ട് ഈ പണ്ഡിറ്റിന് കൊടുക്കും. അപ്പൊ പണ്ഡിറ്റിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും നടന്നു പോകും. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ചെയ്യുന്ന ആൾക്കാർക്കും വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷ് ടേക്ക് ഓവർ ഇതിൽ ചെയ്തതിന് ശേഷം എല്ലാവരുടെയും വരുമാനം നിന്നു. ടാക്സേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. 1820 മുതൽ അവർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ they were producing like goods like anything. അല്ല, ഇനി ഇതിലൊരു കാര്യം എന്താ അറിയോ, ഈ 1820 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ആയപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ സ്റ്റീം എൻജിൻസിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ഈ 1850 ശേഷം അല്ലെങ്കിൽ 70 ശേഷമൊക്കെയാണ്. സ്റ്റീം എൻജിൻസ് ഒരു കാലത്ത് ഓടിയിരുന്നത്. അന്ന് ഫോസിൽ ഫ്യൂൾസ് കണ്ടുപിടിച്ചില്ല. ഈ സ്റ്റീം എൻജിൻസ് 1800-കളിൽ സ്റ്റീം എൻജിൻസ് ഉണ്ട്. ഈ സ്റ്റീം എൻജിൻസിന് വേണ്ടിയിട്ട് ഇവർക്ക് തീ കൂട്ടണമെങ്കിൽ അവർക്ക് ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള മരങ്ങൾ വേണം. ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവർ വന്നിട്ട് ഈ വീട്ടി, തേക്ക് ഇതെല്ലാം ഇവിടുന്ന് വെട്ടി പോകുമായിരുന്നു. നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ. നിലമ്പൂര് നിന്ന് ഷൊർണൂർക്ക് ഒരു റെയിൽവേ ലൈൻ. ഈ ഷൊർണൂര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോ, നേരെ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ വിടുകയാണെങ്കിൽ ഗുരുവായൂർ വഴി പോയിട്ട് തൃശ്ശൂർക്ക് ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷൊർണൂർക്കുള്ള ഇങ്ങനെ ഒരു കർവിന്റെ ആവശ്യമില്ല ശരിക്കും പറയാച്ചാ.
ആ ഷൊർണൂർക്ക് ഒരു കർവ് ഇട്ടിട്ട് അവിടുന്ന് തമിഴ്നാട്ടിലേക്കും ഈ ഷൊർണൂർന്ന് വേറൊരു റെയിൽവേ ലൈൻ നിലമ്പൂർ കൂട്ടുണ്ട്. നിലമ്പൂരിന്റെ പ്രത്യേകിച്ച് നിലമ്പൂർ നല്ല ഈൽഡുള്ള തേക്ക് കിട്ടും. ഈ തേക്ക് ഇവിടുന്ന് വെട്ടിയിട്ട് അവർക്ക് പോർട്ടിലെത്തിക്കണം. അതിന് റെയിൽവേ ആണ് വഴി. 58,000 കിലോമീറ്റർ റെയിൽവേ ലൈന് ബ്രിട്ടീഷുകാർ ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇന്ത്യക്കാരുള്ള സ്നേഹം കൊണ്ടല്ല, അവര് കുമാവൂൺ മലനിരകളിലേക്കും നീലഗിരിയിലേക്കും നിലമ്പൂർക്കും കാട്ടിന്റെ ഉള്ളിലേക്ക് വരെ റെയിൽവേ ലൈൻ ഇട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ അവിടെ നിന്ന് മരം വെട്ടിയിട്ട് അതാ ലോഗ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റി സ്റ്റീം എഞ്ചിൻ കൊണ്ട് വലിച്ചു കൊണ്ടുവന്ന് പോർട്ടിലിട്ട് കപ്പലിൽ കയറ്റി നേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഇൻഡസ്ട്രീസിൽ ഉള്ള ഫ്യൂവലായിരുന്നു ഇത്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ ഫ്യൂവലിന്റെ ഒരു ഈ ഫോസിൽ ഫ്യൂവൽസിൽ എല്ലാവരും താല്പര്യം കാണിച്ചു തുടങ്ങി. ഈ സ്റ്റീം എഞ്ചിൻസിന് കോള് വന്നപ്പോൾ സ്റ്റീം എഞ്ചിൻസിൽ ഈ വുഡിന്റെ ഡിമാൻഡ് കുറഞ്ഞു, കോളിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഡീസൽ എഞ്ചിൻസ് കണ്ടുപിടിച്ചു 1910 ആ പീരീഡിൽ. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ കംപ്ലീറ്റ്ലി ഡീസൽ എഞ്ചിനിലേക്ക് മാറി. ഫസ്റ്റ് വേൾഡ് വാറിലുള്ള ഈ ഡ്രെഡ് നോട്ട്സും മറ്റേ ബാറ്റിൽ ക്രൂസേഴ്സും ഒക്കെ സ്റ്റീം ഡ്രിവൺ ആയിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ. സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡീസൽ എഞ്ചിൻസ് ആണ്. അപ്പൊ ഈ ഡീസൽ എഞ്ചിൻസ് വന്ന് ഫോസിൽ ഫ്യൂൾസിന്റെ ഇമ്പോർട്ടൻസ് വന്നപ്പോൾ ഇവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. 58,000 കിലോമീറ്ററുള്ള റെയിൽവേ ലൈന്, ഒരുപാട് ടിമ്പറിംഗ് എന്തെല്ലാം അവിടെ കൊണ്ടുപോകുക, കപ്പലിൽ മരം കയറ്റി കൊണ്ടുപോകുക, ഇതൊന്നും അവർക്കൊരു ഫൈനാൻഷ്യൽ റിട്ടേൺസ് തരാത്ത കാര്യങ്ങളായപ്പോൾ അവര് മഹാത്മാഗാന്ധി നിരാഹാരം നടത്തിയപ്പോൾ ഞങ്ങൾ വിട്ടുപോകാന്ന് പറഞ്ഞാൽ അവർ വിട്ടുപോയി കഴിഞ്ഞു. അവർ അതുകൊണ്ടല്ല, ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി ഇല്ല ഇന്ത്യയിൽ. ഇങ്ങനെ ഒരു വലിയൊരു കൺട്രീനെ പിടിച്ചു വെച്ച് കോടികളോളം പോപ്പുലേഷനുള്ള ആൾക്കാരെ പിടിച്ചു വെച്ച് ഈ ലേബേഴ്സിനെ വെച്ചിട്ട് ശമ്പളം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് കൊടുത്തോ അവരെ കൊണ്ട് ബോണ്ടഡ് ലേബറായി വെച്ചിട്ടോ ഇവർക്ക് ഗുണമില്ല. അന്ന് റിട്ടേൺസ് കിട്ടാനായി എപ്പോഴാണ് പോയത്. ഈ 100 years ഇല്ലേ, 1820 to 1920 ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ടഡ് 1910 ആ പീരീഡിലാണ്. ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിലാണ് മാക്സിമം ഡിപ്ലീഷൻ. That means the money which was there in our country was has flown from here to Europe. ഈ ആംഗസ് മാഡിസൺ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ശശി തരൂർ പോയിട്ട് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയിട്ട് അവര് ലൂട്ട് ചെയ്തു എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. Era of darkness. Era of darkness. ഈ 200 years 200 maybe 1750 മുതൽ 1950 വരെയുള്ള 200 years. Means they have dumped their goods here, the money has gone there, they have taken the raw material from here, they have increased 45 trillion dollar worth ഇത് പ്രോപ്പർട്ടി ഇന്ത്യയിൽ നിന്ന് ലൂട്ട് ചെയ്തിട്ടുണ്ട്. And local business was deprived because of industrial revolution cheap products. പിന്നെ ഇവരുടെ ഈ പ്രൊപ്പഗണ്ട ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് സമയാസമയങ്ങളിൽ ഇന്ത്യൻസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് അതിന്റെ ഇടയിൽ ഈ ഹെർബർട്ട് ഹോപ്പ് റിസ്ലി എന്ന് പറഞ്ഞ IAS കാരൻ ഈ 1850s ശേഷം ഇന്ത്യയിൽ വന്നു. അയാൾ അവിടെ എല്ലാം കറങ്ങി നടന്ന് എല്ലാ ആൾക്കാരെയും കണ്ട് എല്ലാവരെയും ജാതിയും ഗോത്രവും വേർതിരിച്ചു, എല്ലാം എഴുതിച്ചു. എന്നിട്ട് നീ താഴ്ന്നവനാണ്, നീ ഉയർന്നവനാണ്, നീ ഇവനെ അങ്ങനെ എന്റർടൈൻ ചെയ്തത്, നീ ആര്യനാണ്, നീ എന്നായിട്ട് കൂടുതൽ ബന്ധമുള്ളവനാന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എരികേറ്റി മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ജാത്യാലുള്ള സിസ്റ്റം ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രത്തോളം ഒരു വെറുപ്പൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ വെറുപ്പുള്ള ഒരു സെനാരിയോയിൽ ഇതേപോലത്തെ ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി പോസിബിൾ അല്ല. ഈ വെറുപ്പ് വന്നു തുടങ്ങിയത് ദാരിദ്ര്യം വരുമ്പോഴാണ് കൂടുതൽ ദണ്ണുണ്ടാവുക. ഒരു കുടുംബത്തില് നമ്മുടെ കുടുംബത്തിൽ നോക്കിയാൽ മതി, നമുക്ക് എപ്പോഴും ഫൈനാൻഷ്യൽ സ്ട്രെസ്സോ സ്ട്രെയിനോ ഉള്ളപ്പോഴാണ് പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ വരിക, ആൾക്കാർക്ക് ദേഷ്യം വരെല്ലാം ചെയ്യാം. വെൻ യു ഹാവ് പ്ലെന്റി ഓഫ് എവറിത്തിങ്, നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വരുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാറ്റബിലിറ്റി കൂടും. അങ്ങനത്തെ കേസുകളിൽ ചിലരുടെ ഈഗോ കൊണ്ട് മാത്രമേ പ്രശ്നം ഉണ്ടാവാറുള്ളൂ. ഞാനൊരു ജനറൽ തിയറി പറഞ്ഞു മാത്രം. ഇനി ചില ഇന്ത്യൻ ആസ്ട്രോണോമിക്കൽ ഡിസ്കവറീസ് പറയാം. ഇത് ഞാൻ നേരത്തെ റെഫർ ചെയ്ത പോലെ ഋഗ്വേദിക് കലണ്ടർ ഹാസ് ഹാഡ് 360 days, 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ. ബട്ട് ആവറേജസ് 365 days ഓവർ 6 years. 6ാമത്തെ വർഷത്തിൽ അവരൊരു അധിക മാസം ആചരിച്ചു. ജ്യോതിഷ വേദാംഗ റെക്കോർഡ്സ് ആസ്ട്രോണോമിക്കൽ ഡാറ്റ ഓഫ് 4000 BCE. യാജ്ഞവൽക്യ propounded heliocentric model. In Shadapatha Brahmana measured the distance of Earth to Sun and Earth to Moon. Earth to Sun is 108 times the diameter of Sun, and Earth to Moon 108 times the diameter of Earth. ഈ ഡിസ്റ്റൻസ് 108ന്റെ സിഗ്നിഫിക്കൻസ് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ മന്ത്രം 108 തവണ ചൊല്ലാറുണ്ട്. ഇപ്പൊ രാജേഷ് ഗായത്രി മന്ത്രം 108 തവണ ചൊല്ലാറുണ്ടല്ലോ. അത് സൂര്യന്റെ ഡയമീറ്ററിന്റെ 108 ടൈംസ് ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതായിരിക്കാം ചിലപ്പോൾ സിഗ്നിഫിക്കൻസ്. സൂര്യസിദ്ധാന്തത്തിന്റെ ഇത് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ കയ്യിൽ സൂര്യസിദ്ധാന്തത്തിന്റെ ഒരു റൈറ്റപ്പ് ഉണ്ട്. ഒരുപക്ഷെ സൂര്യസിദ്ധാന്തം പൂർണ്ണമായിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സൂര്യസിദ്ധാന്ത
records complex astronomical and time measurements. Indian proposed stars were like sun but farther away. 2000 വർഷം മുമ്പ്. Aryabhatta, partial heliocentric math formula to compute eclipses, used even today for Pancham. Varahamihira, same force that holds objects to Earth also holds the celestial bodies in place. Brahmagupta calculated Earth's circumference at 36,000 kilometers. This is the original value, 40,000 kilometers. ഇതിലും ചെറിയ ഡിവിയേഷൻ ഉണ്ട്. 108 times എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി ഇറ്റ് ഇസ് 107.5 and 110.6 മൈനർ എറേഴ്സ്. അതുപോലെ ഈ 36,000 അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. അതായത് അവര് സംസ്കൃതം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ദേവഭാഷ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനെ ആരാധിക്കാനും മന്ത്രം ജപിക്കാനും മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനും ഉപയോഗിച്ചിരുന്നു അവര്. ഭാസ്കര കാൽക്കുലേറ്റ് ദ പ്രിസിഷൻ ഓഫ് ഇക്വിനോക്സ് 25,461 years. നോക്കൂ, ഭാസ്കര സെക്കൻഡ്, അത് ഭാസ്കര സെക്കൻഡ് പറഞ്ഞാൽ 1200 AD, 1200 AD. ഭാസ്കര സെക്കൻഡ് ഇസ് ദ ലാസ്റ്റ് സ്കോളർ ദാറ്റ് വി ഹാഡ് ഇൻ നോർത്ത് ഇന്ത്യ. അതിനുശേഷം ഇവന്മാര് ഈ മുഗളന്മാരും മറ്റേ അടിമസുൽത്താന്മാരും വന്ന് അവിടുത്തെ ശാസ്ത്ര പഠനങ്ങളും കലാരൂപങ്ങളും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം ആ 1100 കാലഘട്ടത്തിൽ 25,461 വർഷമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫിനോമിന 26,000 വർഷം എന്നുള്ളത് ഇങ്ങനെ അദ്ദേഹം കമ്പ്യൂട്ട് ചെയ്തു. റിയൽ വാല്യൂ 25,700 years, 771 years. Sayana, commentary of Rigveda, computed speed of light 2202 യോജന in അര നിമിഷം, translating to 3 lakh kilometers per second. ഇതിന്റെ സിദ്ധാർത്ഥ has written I think write up on this. ഇനി കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമെറ്റിക്സ്. ഈ ഇന്നത്തെ യൂറോപ്യൻ മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലെ ഓൾമോസ്റ്റ് എവറിത്തിങ് വാസ് ഫൗണ്ട് ഔട്ട് ഇൻ കേരള. മാധവ സംഗമഗ്രാമ, പരമേശ്വര, നീലകണ്ഠൻ സ്വാമിയാജി, ജ്യേഷ്ഠദേവ, അച്യുത പിഷാരടി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതി, അച്യുത പണിക്കർ. എന്നാണ് ദിസ് ആർ ഓൾ AD 400-500 years back, maybe 700 years back. So why are you telling all this in AD? No, I am telling this because these are this topic is not related to it. This is selected Indian astronomical discoveries. We are not bad. We have good astronomical background and there was a continuum. There was a continuity. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത്. കാരണം ഈ നോളജ് ഒന്നും ലോസ്റ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസ് ലോസ്റ്റ് ഇൻ ദ നോർത്ത്, ബട്ട് അവിടുന്ന് ട്രഡീഷണലി കൊണ്ടുവന്ന് സൗത്തിലേക്ക് കൊണ്ടുവന്നത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. അല്ലാതെ ഇതിന് സ്പെസിഫിക് ആയിട്ട് വേറെ റെലവൻസ് ഒന്നുമില്ല. നമ്മൾ ആ നോളജ് കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. വി പ്രൊപ്പഗേറ്റഡ് ടു വളരെ ആയിരക്കണക്കിന് ശേഷമുള്ള ജനറേഷൻസിലേക്ക് ഇത് എത്തി എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഈ 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും നമ്മുടെ കേരളത്തിലുള്ള ഈ മാത്തമാറ്റിക്സും ആസ്ട്രോണമിക്സും കണ്ടുപിടിച്ച കാര്യങ്ങൾ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്ക് തിരിച്ചു തന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ മോഡേൺ മാത്തമാറ്റിക്സ്. നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പ്രസന്റേഷൻ അത് കംപ്ലീറ്റ് ആയിപ്പോ നമ്മൾ ലെറ്റ് us ഡിസ്കസ്. എന്താ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം.